സോ ഇതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, എനിവൺ? അനന്യ? സർ. യെസ്, ഓക്കെ. സോ ഫസ്റ്റ് ടോപ്പിക് എന്താണ് എഴുതിയിട്ടുള്ളത്? എഴുതിയ പോയിന്റ് ഒന്ന് വായിച്ചാൽ മതി. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹെഡിങ് ഒന്ന് വായിച്ചാൽ മതി. ഓക്കെ, WTO ഇൻഫർമേഷൻ ടെക്നോളജി പ്രോഡക്ട്സ് എഗ്രിമെന്റ്. ഓക്കെ, ഫൈൻ. സോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഓക്കെ, നമുക്ക് ഇത് പഠിക്കാൻ വളരെ ഈസിയാണ്. സോ നിങ്ങളിത് ഓൾറെഡി നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിന്റെ ഫസ്റ്റ് കോണ്ടെക്സ്റ്റിൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ടുള്ളത് ഇറ്റ്സ് അബൌട്ട് ദ ICT എന്ന് പറയുന്നതാണ്. എന്താണ് ICT? എന്താണ് ICT, അപർണ? ICT എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം അപർണ? ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി. ഇൻഫർമേഷൻ ആൻഡ് ബാക്കി കേട്ടില്ല. ഓക്കെ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നതാണ്. നമ്മൾ ICT എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ IT എന്ന് പറയുന്ന ടോപ്പിക് തന്നെയാണ് ICT. ബട്ട് IT-യിൽ കുറച്ചും കൂടി ഡെവലപ്മെന്റ് വന്നപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ICT. അതായത് ബിക്കോസ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളും ഇപ്പൊ എന്തിന്റെ ഭാഗമാണ്? ഈ ടെക്നോളജിയുടെ ഭാഗമാണ്. അപ്പൊ ICT. ഇപ്പൊ ഇവിടുത്തെ ടോപ്പിക് നമ്മൾ WTO-നെ സംബന്ധിച്ചാണ്. അപ്പൊ WTO അതിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങളാണ് ഇതിൽ ആദ്യം പറയേണ്ടത്. എന്തൊക്കെയാണ് ഈ WTO-ന്റെ പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് ഈ WTO? സോ എന്തൊക്കെയാണ് പ്രത്യേകതകളുള്ളത് WTO-ന്റെ? അല്ലെങ്കിൽ എന്താണ് WTO-ന്റെ ഫുൾ ഫോം? ഓക്കെ, ഞാൻ ചോദിക്കാം. സൂരജ്, WTO ഫുൾ ഫോം? എന്താണ് ഫുൾ ഫോം സൂരജ്? വേൾഡ് ട്രേഡ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണോ? ഓർഗനൈസേഷൻ, യെസ്. ഓക്കെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ തന്നെ. അപ്പോ പിന്നെ ഇതിനെ കുറിച്ച് എന്തൊക്കെയാണ് അറിയാം? ഈ WTO-നെ കുറിച്ച് അറിയാവുന്ന പോയിന്റുകൾ എന്തൊക്കെയാ? വരുന്നില്ല. ഓക്കെ, വേറെ കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതിനെ പോയിന്റ്സ് ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, ഫൈൻ. ആൻഡ് ഓക്കെ, കുഴപ്പമില്ല. ഞാൻ അതിന്റെ എന്തായാലും നമ്മൾ അതിന്റെ ടേം അറിഞ്ഞിരിക്കണം. WTO ഫുൾ ഫോം അറിഞ്ഞിരിക്കുക. ഓക്കെ, ആൻഡ് എന്താണ് WTO-നെ കുറിച്ച് വേറെ പോയിന്റുകൾ പറയാനുള്ളത്? ഞാൻ വേറെ ആളോട് ചോദിക്കാം. ഓക്കെ, ഞാൻ വരാം, സൂരജിലേക്ക് വരാം. ദേവിക, WTO-നെ കുറിച്ചുള്ള പോയിന്റുകൾ. ദേവിക കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് സർ. ഓക്കെ, WTO വാട്ട് ആർ ദ ഇംപ്ലിക്കേഷൻസ്? അല്ലെങ്കിൽ WTO എന്നുള്ള ടേം കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് എന്താണ് അതിന്റെയൊക്കെ പ്രത്യേകതകൾ? WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഓക്കെ, അതെന്ന് പറഞ്ഞാല് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസുകൾ? ഏത് വർഷത്തിലാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്? ഓക്കെ, വേറൊരു ചോദ്യം. 1995. ഓക്കെ, ഫൈൻ. ഇതില് ഓക്കെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഇന്ത്യ മെമ്പർ ആണോ? അതെ, ഇന്ത്യ മെമ്പർ ആണ്. ഓക്കെ, ഇന്ത്യ ഇപ്പോ എന്ന് മുതലാണ് മെമ്പർ ആയിട്ടുള്ളത്? ഇന്ത്യ മെമ്പർ ആയിട്ട് സാർ. ഓക്കെ, ഫൈൻ. യെസ്, ഓക്കെ, അത് മതി. ഞാനപ്പോ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാൻ ചോദിച്ചതാണ്. അപ്പൊ നമ്മുടെ ടോപ്പിക് ഇത് തന്നെയാണ്. ഇവിടെ WTO ഇൻഫർമേഷൻ ടെക്നോളജി പ്രോഡക്ട്സ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ എഗ്രിമെന്റ് ആരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇത് ഇന്ത്യ ആൻഡ് ചൈനീസ് തായ്പൈ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ കുറിച്ച് പറയുമ്പോൾ
നമുക്ക് അറിയേണ്ട കുറച്ച് പോയിന്റുകളുണ്ട്. അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് വന്നു, എന്താണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, ജനറലി നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഒരു ഇന്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, ഇന്റർനാഷണൽ ആണ്, അതിൽ പ്രത്യേകതയൊന്നുമില്ല, അല്ലെങ്കിൽ അതിന്റെ സ്പെഷ്യലി പറയേണ്ട ആവശ്യമില്ല, ഇന്റർനാഷണൽ ആണ്. സോ ഇന്റർനാഷണൽ ആവുമ്പോൾ പ്രത്യേകത, നമുക്ക് ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വേറൊരു രാജ്യവുമായിട്ട് ട്രേഡ് നടത്തണമെങ്കിൽ എന്ത് വേണം? ഒരു ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് വേണം. സോ എഗ്രിമെന്റ് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇല്ലെങ്കിൽ ഓരോ രാജ്യക്കാരും ഓരോ രീതിയിൽ എന്ത് ചെയ്യും? കച്ചവടം നടത്തും. സോ അത് തന്നെയാണ് അതിന്റെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ ആൻഡ് ഇന്ത്യ ഈസ് എ മെമ്പർ. ഇപ്പൊ പറഞ്ഞ പോലെ ഇന്ത്യ മെമ്പർ ആണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വന്നത് 1995-ലാണ്. എന്തുകൊണ്ട് 95-ൽ വന്നു എന്ന് ചോദിച്ചാൽ, അതിന് തൊട്ട് മുൻപ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, 1991-ല് വേൾഡ് ഓവർ ലെവലില് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരികയാണ്. അതായത് രാജ്യങ്ങളിലെല്ലാം തന്നെ റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വളർച്ച അല്ലെങ്കിൽ അതിന്റെ തകർച്ചയിലേക്ക് പോവുകയായിരുന്നു. അതായത് USSR എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇല്ലാതാവുകയും അമേരിക്ക കൺട്രോളായി വരികയും ചെയ്യാണ്. അപ്പൊ ഈ അമേരിക്കയുടെ ആക്ച്വലി നേതൃത്വത്തിലാണ് ഈ ഏത് വന്നിട്ടുള്ളത്, WTO സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് മുൻപ് എങ്ങനെയാണ് കച്ചവടം നടന്നിരുന്നത് എന്ന് ചോദിച്ചാൽ, വേറൊരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. എന്താണ് അതിന്റെ പേര്? ഈ WTO-ന് മുമ്പുണ്ടായിരുന്ന ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു എഗ്രിമെന്റ് ഉണ്ട്. അതിന്റെ പേരെന്താണ്? എനിവൺ? ഓക്കെ, ഞാൻ പേര് ഓരോരുത്തരുടെ ആയിട്ട് ചോദിക്കാം. അറിയുന്ന ആൾക്ക് പറയാം. ഘാട്ടാണോ സാറ്? ഘാട്ട്. യെസ്, ഘാട്ട്. ഓക്കെ, ഘാട്ട്. ഘാട്ടാണ്. ഘാട്ടിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. എന്താണ് ഘാട്ടിന്റെ ഫുൾ ഫോം? ഘാട്ട് ഘാട്ടിന് ഇപ്പം ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് ടാരിഫാണ് സാർ. താരിഫ് ആൻഡ് ട്രേഡ്. ഓക്കെ, യെസ്, ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. അപ്പൊ ഈ ഘാട്ട് എന്ന് പറയുന്നത് ഒരു എഗ്രിമെന്റ് ആണ്. അപ്പൊ ഈ ഘാട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആക്ച്വലി ആദ്യകാലങ്ങളിൽ കച്ചവടം നടന്നിരുന്നത്. അത് 1947-ലൊക്കെ വന്നതാണ്, ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ ലോകത്തിൽ കച്ചവടം അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി 1947-ന് ശേഷം വന്നതാണ്. ഇന്ത്യ അതിൽ 1948-ല് ഒപ്പുവെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യകാലം തൊട്ടേ അത്രയും പഴക്കം ചെന്ന ഒരു എഗ്രിമെന്റ് ആണ് ഘാട്ട്. സോ ഇതിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1948 മുതൽ ഈ പറയുന്ന 1995 വരെ ഒരൊറ്റ എഗ്രിമെന്റിലാണ് ലോകം മുഴുവൻ കച്ചവടം നടന്നിരുന്നത്. അതിന്റെ പേരാണ് ഘാട്ട്. അപ്പൊ ഈ ഘാട്ടിനെ കുറിച്ചൊക്കെ ഒരുപാട് ബുക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. മലയാളത്തിൽ ഒരു ഫേമസ് ബുക്ക് എഴുതിയിട്ടുണ്ട്, ഘാട്ടും കാണാച്ചരടുകളും എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആരാണ് എഴുതിയിട്ടുള്ളത്? ഘാട്ടും കാണാച്ചരടുകളും എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതിയിട്ടുള്ള വ്യക്തി എനിവൺ അറിയോ? ഘാട്ടും കാണാച്ചരടുകളും, എനി ഐഡിയ? ഓക്കെ, അദ്ദേഹം ഒരു MP ആയിരുന്നു. ജനതാദൾ എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു മെമ്പർ ഓർ MP ആയിരുന്നു. കേരളത്തിലെ ഒരു മെയിൻ ന്യൂസ് പേപ്പറിന്റെ എന്താണ് ഉടമസ്ഥനായിരുന്നു. അദ്ദേഹത്തിന്റെ മകനാണ് ശ്രേയംസ് കുമാർ എന്ന് പറയുന്ന വ്യക്തി. ഇത്രയൊക്കെയാണ് ക്ലൂസ് ഉള്ളത്. ആരാണ്? എനി ഐഡിയ? ഓക്കെ, എനിവൺ? ഓക്കെ, യെസ്, ചാറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ 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 ഓക്കെ. ഹരികൃഷ്ണൻ. ഓക്കെ, ഹരികൃഷ്ണൻ ഓഡിബിൾ അല്ലേ? ഇത് ഓഡിയോ വർക്കിംഗ് അല്ലേ? ഓക്കെ ഓക്കെ, യെസ്. ഓക്കെ, ഓഡിയോ വർക്കിംഗ് ആണെങ്കിൽ യു ക്യാൻ. യെസ്, കറക്റ്റ്. ഓക്കെ, വീരേന്ദ്രകുമാർ. ഓക്കെ, വീരേന്ദ്രകുമാർ ആണ്. സോ വീരേന്ദ്രകുമാറിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബുക്കാണ്, ഒരു പ്രധാനപ്പെട്ട ബുക്കുകളിലൊന്നാണ് ഈ പറയുന്ന ഘാട്ടും കാണാച്ചരടുകളും എന്ന് പറയുന്നത്. അതായത് ഘാട്ട് എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ ആണെന്നും, അല്ലെങ്കിൽ ഘാട്ടിന്റെ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ആണത്. സോ ഘാട്ട് നേരിടുന്ന അല്ലെങ്കിൽ അതിന്റെ ഇഷ്യൂസ് ആണ് അതിൽ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. സോ അതൊരു ബുക്ക്. അതുപോലെ വേറെയുണ്ട്, ആമസോണും കുറെ വ്യാകുലതകളും എന്ന് പറഞ്ഞിട്ട് ബുക്ക് ഉണ്ട്. അതായത് ആമസോൺ എന്ന് പറയുന്ന കാട്, അതിനെക്കുറിച്ചും അവിടെ നേരിടുന്ന എൻവയോൺമെന്റൽ ഇഷ്യൂസും ഒക്കെ പറയുന്ന ബുക്ക് ഉണ്ട്. ഇതൊക്കെ വീരേന്ദ്രകുമാറിന്റെ ബുക്കുകളാണ്. സോ ഓക്കെ, അപ്പൊ അതറിഞ്ഞിരിക്കാം. അപ്പൊ ഇവിടെ ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത്,
ഈ WTO ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത്. WTO എഴുതിയിട്ടുള്ള പോയിന്റ് ആണ് ദ ഇൻഫർമേഷൻ ടെക്നോളജി പ്രോഡക്ട്സ് എഗ്രിമെന്റ് എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ്. ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യ ആൻഡ് ചൈനീസ് തായ്പൈ jointly requested the WTO not to adopt any ruling regarding New Delhi's impact duties on specific information and technology എന്ന് പറയുന്നു. സോ അതായത് ഒന്ന് ഇന്ത്യയും ചൈനീസ് തായ്പൈ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ചൈനീസ് തായ്പൈ എന്ന് പറയുന്നത് ഏതാണ് രാജ്യം? ചൈനീസ് തായ്പൈ ഏതാണ്? ഓക്കെ, ഫോൻസ ഓഡിബിൾ ആണോ? യെസ് സാർ, കേൾക്കാം. ആ ഓക്കെ. സോ ഏതാണ് ചൈനീസ് തായ്പൈ എന്ന് പറയുന്നത്? ചൈനയാണോ? ടിബറ്റ് ആണോ? അറിയില്ല. ടിബറ്റ് അല്ല, എന്നാലും ഓക്കെ, ഓൾമോസ്റ്റ് ചൈന അല്ല എന്ന് ഉള്ളത് അറിഞ്ഞിരിക്കുക. ഏതാണ് വേറെ എനിവൺ? ആക്ച്വലി നമുക്ക് അതിലൊരു ചെറിയ എന്താണ് ഗസ് ചെയ്താൽ കിട്ടും. ഗസ് ഉണ്ടായാൽ മതി, ചെറിയൊരു ഗസ് ഉണ്ടായാൽ മതി. ആൻഡ് വാട്ട് അബൌട്ട് അതർ? ഓക്കെ, നീത ഓക്കെ, നീത പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, നീത ഏതാണ്? നീതയുടെ ഓഡിയോ ഓക്കെ അല്ലേ? തായ്വാൻ. ഓക്കെ, കറക്റ്റ്. ഓക്കെ, തായ്വാൻ ആണ്. സോ അതൊരു ചൈനീസ് കൺട്രോളിലുള്ള സ്ഥലമാണെന്ന് പറയാം. കാരണം ചൈന അതിനെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് തായ്വാനെ. തായ്വാന്റെ തായ്പൈ എന്നാണ് അതിനെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പോയിന്റ് വന്നിട്ടുള്ളത്. സോ ചൈനീസ് തായ്പൈ എന്ന് വിളിക്കുന്നു. അവിടെ പ്രത്യേകമായിട്ട് തായ്പൈ ഡോളർ എന്ന് പറയുന്ന കറൻസിയാണ്. ഇതിന്റെ പ്രത്യേകത, തായ്വാൻ ഒരു ഇലക്ട്രോണിക് ഹബ്ബാണെന്ന് പറയാം. ആക്ച്വലി തായ്വാനെ യൂസ് ചെയ്തുകൊണ്ടാണ് അമേരിക്ക കുറെ കാലങ്ങളായിട്ട്, ഇപ്പൊ അത് കുറഞ്ഞു. എന്നാൽ ആദ്യകാലങ്ങളിൽ തായ്വാനിലാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക് പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കിയിരുന്നത്. നമുക്കിപ്പോ പറയുന്ന മിക്കവാറും സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും ഒക്കെ കുറെ ഉണ്ടാക്കുന്ന സ്ഥലമായിരുന്നു തായ്വാൻ. ബിക്കോസ് അവിടെ ഒന്ന് ലേബർ കോസ്റ്റ് കുറവാണ്, പ്ലസ് അത്രയധികം പ്രൊഡക്ഷൻ യൂണിറ്റുകൾക്ക് പറ്റുന്ന സ്ഥലമാണ് തായ്വാൻ. അപ്പൊ ചൈനയാണ് ആക്ച്വലി അതിനുവേണ്ടി അമേരിക്കയുമായിട്ട് എഗ്രിമെന്റ് വെച്ചത്. അപ്പൊ എന്തുകൊണ്ട് തായ്വാൻ വേറെ രാജ്യമാണോ എന്ന് ചോദിച്ചാൽ വേറെ രാജ്യമാണ് എന്ന് ചിലവർ അംഗീകരിക്കുന്നു. ബട്ട് അവിടെ പ്രത്യേകത, ചൈന ഇതിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? ചൈന ഇതിന്റെ മുകളിൽ കൺട്രോൾ വെച്ചിരിക്കുകയാണ്. ചൈനയാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ചൈന സ്വയം പറയുന്നത് തായ്വാൻ എന്ന് പറയുന്ന വേറെ രാജ്യമൊന്നുമില്ല, ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ചൈന. അപ്പൊ അങ്ങനെയാണ് അവർ പറയുന്നത്, അങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയുടെ അവിടെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ട്രാവലിങ്ങിനൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പൊ തായ്വാനിൽ നിന്ന് ചൈനയിലേക്ക് പോകുമ്പോൾ തായ്വാൻ ഗവൺമെന്റിന് ഒരു പാസ്പോർട്ട് ഉണ്ട്, പക്ഷെ അത് അംഗീകരിക്കില്ല. ചൈന തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്, ഒരു പാസ്പോർട്ട് സിസ്റ്റം പോലത്തെ ഒരു പരിപാടി ഉണ്ട്. അത് വെച്ചിട്ട് മാത്രമേ തായ്വാനിൽ നിന്നുള്ളവർക്ക് ചൈനയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതിന്റെ പ്രത്യേകത, ഈ തായ്വാൻ എന്ന് പറയുന്ന ഒരു ഐലൻഡ് ആണ്. ഓക്കെ, അത് ചൈനയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഐലൻഡ് ആണ്. മാപ്പിലൊക്കെ നോക്കിയാൽ കാണാം, ഒരു ഐലൻഡ് ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്. പ്രധാനമായിട്ടും ഇതിന്റെ ഇപ്പോഴത്തെ പ്രത്യേകത ഇക്കണോമിക് ഇമ്പാക്റ്റ് ഉള്ള സ്ഥലമാണ്. ഒരുപാട് ഇക്കണോമിക് ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം നമ്മൾ ഈ പറയുന്ന ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് അതർ എക്യുപ്മെന്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും ഇഷ്യൂസ് ഉണ്ട്. ഇപ്പൊ മുമ്പ് പറഞ്ഞ ടിബറ്റ് ആയാലും, അതുപോലെ ഹോങ്കോങ് എന്ന് പറയുന്ന സ്ഥലമായാലും, ആൻഡ് ഇപ്പൊ പറഞ്ഞ തായ്വാൻ ആയാലും, ഇതൊക്കെ ചൈന കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നാൽ ഇവിടെയുള്ള ആൾക്കാർക്ക് ചൈനയിൽ നിന്ന് വേർപെട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന പ്രത്യേകതയുള്ള സ്ഥലങ്ങളാണ്. ദെൻ മംഗോളിയ, ഇങ്ങനെ ചൈനയുടെ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ടും ചൈനയ്ക്ക് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ചില രാജ്യങ്ങളെ ചൈന തന്നെ വളരെയധികം എന്ത് ചെയ്തിരിക്കുകയാണ്, മിലിറ്ററി ഒക്യുപ്പൻസി കൊണ്ടാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഹോങ്കോങ്ങിന്റെ ഒക്കെ പ്രത്യേകത, ഹോങ്കോങ് ഒക്കെ ചൈന പിടിച്ചു വെച്ചിരിക്കുകയാണ്. ബിക്കോസ് ഇറ്റ്സ് എ ബിസിനസ് ഹബ്ബാണ്, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഹബ്ബായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് ഹോങ്കോങ് എന്ന് പറയുന്നത്. ആൻഡ് ഈ പറയുന്ന തായ്വാനും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ടെക്നോളജിയുടെ പ്രത്യേകത അതാണ് ഇവിടെ പറഞ്ഞത്. സോ ഇവിടെ ഒരു എഗ്രിമെന്റിനെ കുറിച്ചാണ്. ഇതിന്റെ പ്രത്യേകത, WTO-യിലേക്ക് ഇന്ത്യയും തായ്വാനും കൂടി ഒരു എഗ്രിമെന്റ് ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പോ ഇവർ രണ്ടുപേരും കൂടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ദേ റിക്വസ്റ്റഡ്
the WTO not to adopt any ruling regarding the New Delhi's import duties on specific information and technology products. അതായത് ICT products എന്ന് പറയുന്ന പ്രൊഡക്ട്സുകൾ, ICT products എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പറയുന്ന ഫോൺ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൊജക്ടറുകളാവാം, നമ്മൾ സ്കൂളുകളിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രൊജക്ടേഴ്സ്. സോ ഇങ്ങനെയുള്ള ICT, ഇപ്പോൾ ഉള്ള എഡ്യൂക്കേഷൻ തന്നെ ICT ആണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ICT എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ എഡ്യൂക്കേഷനും നമ്മൾ എന്തിന്റെ ബേസിലായി? ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ബേസ്ഡ് ആണ്. സോ സ്കൂളുകളെല്ലാം ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത് സ്മാർട്ട് ക്ലാസ്സസ്, ഓഫീസുകളെല്ലാം സ്മാർട്ട് ഓഫീസസ്, വീടുകളാണെങ്കിൽ ഇതുപോലെ നമ്മൾ സ്മാർട്ട് ഹോം എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പ്രത്യേകത വി ഹാവ് എ സ്മാർട്ട് സിറ്റി ആൻഡ് സ്മാർട്ട് ഹോം, സ്മാർട്ട് വേൾഡ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് മാറണം, എല്ലായിടത്തും ടെക്നോളജി. അപ്പോൾ ഈ ICT പ്രൊഡക്ട്സ് ഒരുപാട് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങുന്നുണ്ട്. ഈ ചൈനീസ് തായ്പേയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്നുണ്ട്, ഇന്ത്യ അങ്ങോട്ട് അയക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒരു എഗ്രിമെന്റ് ഉണ്ട്. അപ്പൊ ഈ എഗ്രിമെന്റിന്റെ ബേസിലുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടിയെ സംബന്ധിച്ചാണ്. അപ്പൊ അത് തൽക്കാലത്തേക്ക് എന്ത് ചെയ്യാം? ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഓൺ സ്പെസിഫിക് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ഷുഡ് ബി നോട്ട് ടു അഡോപ്റ്റ്. അത് ഇപ്പോൾ തൽക്കാലത്തേക്ക് എടുക്കരുത്. കാരണം നമുക്കിപ്പോൾ ഇന്ത്യയും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒപ്പുവെക്കുമ്പോൾ ഈ രാജ്യങ്ങൾ മാത്രം തീരുമാനിച്ചാൽ പോരാ, WTO ഇത് അംഗീകരിക്കണം. ഇപ്പോൾ നമ്മൾ തായ്വാൻ ഒരു പ്രൊഡക്റ്റ് വെറുതെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, അങ്ങനെ പറ്റില്ല. ഒരിക്കലും ഒരു സാധനവും ഫ്രീ ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, സോ ഇവിടെ പ്രത്യേകത അതാണ്. ഇൻഫർമേഷൻ ടെക്നോളജി എഗ്രിമെന്റ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. അപ്പൊ ഇതില് സെക്കൻഡ് ആയിട്ട് എഴുതിയിട്ടുള്ളത് ITA aims to eliminate all import duties and other charges on specified information technology products എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ITA എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി എഗ്രിമെന്റ് ആണ്. ആ എഗ്രിമെന്റിൽ എന്ത് ഒഴിവാക്കിയിരിക്കുന്നു? ഓൾ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ആൻഡ് അതർ ചാർജസ്. അപ്പൊ ഇത്തരം പ്രൊഡക്ട്സുകളുടെ മുകളിലുള്ള എല്ലാ ഡ്യൂട്ടികളും ചാർജുകളും ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. സോ അതിനെ കുറിച്ചാണ് ഈ എഗ്രിമെന്റ്. ഓക്കെ, ഇത് അത്ര റെലവെന്റ് എഗ്രിമെന്റ് ആണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ നമ്മൾ ഇതിലെ ടേംസ് എന്തായാലും അറിഞ്ഞിരിക്കുക. ബിക്കോസ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ നെക്സ്റ്റ് ഒരു ടോപ്പിക് വരുന്നതാണ് ക്ലൈമറ്റ് ടെക്നോളജി സെന്റർ ആൻഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഇറ്റ്സ് ബേസ്ഡ് ഓൺ, ഇതൊരു സെന്റർ ആണ്. ഇറ്റ്സ് വർക്കിംഗ് ഇൻ 10-year ആനിവേഴ്സറി ആഘോഷിക്കുന്നതാണ്. അപ്പൊ ഇത് പറയുമ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. അതിൽ നോക്കാം, 1 സെക്കൻഡ്, ഇതിൽ എഴുതിയിരിക്കുന്ന ഒരു ടേം നോക്കാം. UNFCCC എന്ന് എഴുതിയിട്ടുണ്ട്. സോ എന്താണ് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്? UNFCCC, ഓക്കെ, ഫുൾ ഫോം ഇതിൽ കൊടുത്തിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ UNFCCC എന്ന് പറയുന്നതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? സനീഷ്? UNFCCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അറിയില്ല സാർ. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് അതേഴ്സ്? ഓക്കെ, ഹരിപ്രിയ, UNFCCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്? UNFCCC 3C ഒരു ടേം കാണാം ഇതില്, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ, ഇത് എല്ലാവരും വായിച്ചു നോക്കിയതല്ലേ? ഓഡിബിൾ അല്ലേ എല്ലാവർക്കും? എല്ലാവരും വായിച്ചു നോക്കിയില്ലേ ഇതൊക്കെ? സർ ജർമ്മനിയാണോ? യെസ്. ഓക്കെ, ജർമ്മനിയാണ്. ജർമ്മനിയിൽ ബോൺ എന്ന് പറഞ്ഞ സ്ഥലമാണ്, BONN. ഓക്കെ, ഫൈൻ. സോ ഓക്കെ, ഇത് നിങ്ങൾ ഐ തിങ്ക് നിങ്ങൾ ഇത് വായിച്ചു നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നോക്കിയിട്ടില്ലേ? അത് എല്ലാവരും നോക്കിയിട്ടുണ്ടാവും. സോ ഓക്കെ, Oppo A15s ആരാണ് പേര്? Oppo. Okay, yes. ഓക്കെ, സോ ഓക്കെ, നമ്മളിപ്പോ ഇതിന്റെ മെയിൻ പോയിന്റുകൾ വായിക്കുക. ഓക്കെ, പ്രധാനമായിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് നോക്കുക.
ഇതിലിപ്പോ നമുക്ക് നോക്കാനുള്ള പോയിന്റ് UNFCC എന്ന് പറയുന്ന ഒരു ടേം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ക്ലൈമറ്റ് ടെക്നോളജി സെന്റർ ആൻഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നതിനെ സംബന്ധിക്കുന്ന ഒരു പോയിന്റ് ആണ്, ഒരു ന്യൂസ് ആണത്. അപ്പൊ ഈ ന്യൂസിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ പറയുന്ന സെന്ററിന്റെ 10ാമത്തെ വാർഷികമാണ്. ഓക്കെ, അതായത് 10 വർഷമായി ഇത് ഫോം ചെയ്തിട്ട്. ഇത് വന്നിട്ടുള്ളത് ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. ആ എഗ്രിമെന്റിന്റെ പേരാണ് UNFCCC എന്ന് പറയുന്നത്. ഇത് 3 സികൾ കാണാം അതിൽ. ഏത് യുണൈറ്റഡ് നേഷൻസ് എന്നുള്ളതാണ് UN എന്ന് പറഞ്ഞാൽ. ദെൻ വരുന്നതാണ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. സോ UN ഫ്രെയിംവർക്ക് ഓൺ കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ്. അപ്പൊ ക്ലൈമറ്റ് ചേഞ്ചിനെ സംബന്ധിക്കുന്ന ഒരു എഗ്രിമെന്റ് ആണ്. ഇത് മുമ്പ് പറഞ്ഞ പോലെ ജർമ്മനിയിലാണ് ഇതിന്റെ ഓഫീസ് ഉള്ളത്. സോ ക്ലൈമറ്റ് ചേഞ്ചിനെ സംബന്ധിക്കുന്ന ഒരുപാട് എഗ്രിമെന്റുകൾ ഉണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് COP എന്ന് പറയുന്ന കുറെ മീറ്റിങ്ങുകൾ കാണാം. അതായത് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയുന്ന കുറെ എഗ്രിമെന്റുകൾ നടക്കുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ഒരു വലിയ ഇഷ്യൂ ആണ്. അത് ഇപ്പൊ തുടങ്ങിയതല്ല, കാലങ്ങളായിട്ടുള്ളതാണ്. അപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് ഇല്ലാതാക്കാൻ പറ്റുന്നതല്ല, ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിന് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിന് അനുയോജ്യമായ പ്രൊഡക്ട്സ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ഈ ക്ലൈമറ്റ് ടെക്നോളജി സെന്റർ ആൻഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്തിനാണ് എന്ന് ചോദിക്കാം. അതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. സോ ഈ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ദേശം വി ഹാവ് ടു ഡെവലപ്പ് ദ ടെക്നോളജി വിച്ച് ഷുഡ് അവോയ്ഡ് ദ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയാം, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചോ അല്ലെങ്കിൽ ക്ലൈമറ്റ് ഇമ്പാക്ട്. സോ ക്ലൈമറ്റ് ഇമ്പാക്ട് കുറയ്ക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാം? ടെക്നോളജി ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യാം. ഇപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളുകൾ നമ്മൾ ഇപ്പോൾ നോക്കിയാൽ അറിയാം. അതിന് എല്ലാ ഗവൺമെന്റുകളും ഓരോ പോളിസികൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോ ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് വെഹിക്കിൾസ്. നമ്മൾ അറിയുന്ന കാര്യമാണ് വെഹിക്കിൾസ്. വേറെയും ഒരുപാട് ഉണ്ട്, എങ്കിലും വെഹിക്കിൾസിൽ ഇപ്പോൾ നമ്മൾ ഡീസൽ പെട്രോൾ വെഹിക്കിൾസ് ആണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്? പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിനെ കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യാം? ഈ പൊല്യൂഷൻ കുറയ്ക്കാൻ എന്ത് ചെയ്യാം? എന്താണ് തോന്നുന്നത്? പൊല്യൂഷൻ, അതായത് ഇപ്പോൾ ഉള്ള പൊല്യൂഷൻ എന്ന് പറയുന്നത് ഡീസൽ പെട്രോൾ വണ്ടികൾ കൊണ്ടുള്ള പൊല്യൂഷൻ ആണ്. സോ ഇത് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? യെസ്, എന്താണ് ചെയ്യുക? ഇലക്ട്രിക് വെഹിക്കിൾസ് യൂസ് ചെയ്യാം. ഏത് വെഹിക്കിൾസ് യൂസ് ചെയ്യാം? ഇലക്ട്രിക് വെഹിക്കിൾസ്. ഓക്കെ, ഫൈൻ. ഇലക്ട്രിക്, പിന്നെ CNG, യെസ്, CNG നല്ല ഓപ്ഷൻ ആണ്. ഓക്കെ, വേറെന്തെല്ലാം ചെയ്യാം? ഓക്കെ, നമ്മളിപ്പോ ചർച്ച ചെയ്തിട്ടുള്ള യൂസ് ചെയ്യാം മാക്സിമം. ഏത് യൂസ് ചെയ്യാം? പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഓക്കെ, ഫൈൻ, യെസ്, എക്സാക്ട്ലി. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇത് നല്ല സജഷൻസ് ആണ്. ആക്ച്വലി ഇത് തന്നെയാണ് ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും. ഇത് വേൾഡ് ഓവർ ഇത് തന്നെയാണ്. ഇതിന് പുറമേയും വേണമെങ്കിൽ പറയാം, ഇപ്പോൾ ഹൈഡ്രജൻ ഒരു സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്തെന്ന് ഈ പറയുന്ന പോലെ ഇലക്ട്രിക് സ്കൂട്ടർ, ഇലക്ട്രിക് കാർ, ഇലക്ട്രിക് ബസ് ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് വെറുതെ തുടങ്ങുന്നതല്ല. ഇതിന്റെ എല്ലാം ഉദ്ദേശം എന്ന് പറയുന്നത് വി ഹാവ് ടു റെഡ്യൂസ് ദ ക്ലൈമറ്റ് ചേഞ്ച്, അല്ലെങ്കിൽ റെഡ്യൂസ് ദ പൊല്യൂഷൻ, ആൻഡ് ത്രൂ വിച്ച് അതിലൂടെ തന്നെ എന്ത് കുറയ്ക്കുക? ക്ലൈമറ്റ് ചേഞ്ചും നമ്മൾ ഇമ്പാക്ട് കുറയ്ക്കുക. അപ്പോൾ ഇത് ഇന്ത്യയിൽ അതിനൊരു പോളിസി ഒക്കെ ഉണ്ട്. ഇലക്ട്രിക് പോളിസി ഉണ്ട്, സ്ക്രാപ്പ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും, സ്ക്രാപ്പ് പോളിസി ഉണ്ട്. അപ്പോൾ ഇലക്ട്രിക് പോളിസിയിലൂടെ ചെയ്യുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസ് കൂടുതൽ കൊണ്ടുവരിക, എന്നിട്ട് എന്ത് കുറയ്ക്കുക? ഈ പറയുന്ന പൊല്യൂഷൻ കുറയ്ക്കുക, അതിലൂടെ ഡീസൽ ഒക്കെ കുറയ്ക്കുക. അതുപോലെ തന്നെ വേറൊരു ടൈപ്പാണ് ഇപ്പോൾ പറഞ്ഞ പോലെ എന്താണ്, പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പലപ്പോഴും ഉള്ള ഒരു ഇഷ്യൂ ആണ്, ഇപ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വെഹിക്കിൾസ് ഒരുപാട് വാങ്ങുന്നുണ്ട്. ജനസംഖ്യയുള്ള രാജ്യമാണ്, നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചറും വളരെ മോശമാണ്. മോശമെന്ന് പറഞ്ഞാൽ ഓക്കെ, സോ ഫാർ ജനസംഖ്യയുടെ അനുസരിച്ച് എന്തില്ല, നമുക്ക് ഫെസിലിറ്റികൾ ഇല്ല എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ റോഡുകളായാലും ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ്ങുകളായാലും എല്ലാം തന്നെ എന്താണ്, വളരെ ലിമിറ്റഡ് ആണ്. അത് കമ്പയർ ടു ദ പോപ്പുലേഷൻ. അപ്പൊ റോഡുകളിൽ നമ്മൾ കൂടുതൽ വണ്ടികൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താവും? കൂടുതൽ കൺജസ്റ്റഡ് ആവും, കൂടുതൽ തിരക്കാവും. അത് കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നല്ല ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി, പബ്ലിക് ട്രാൻസ്പോർട്ട് കൊണ്ടുവരിക. അപ്പോൾ ശരിക്ക് 24/7 വർക്ക് ചെയ്യുന്ന നല്ല പബ്ലിക് ട്രാൻസ്പോർട്ട്, അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബസ്സുകൾ, ഓട്ടോറിക്ഷ വേണമെങ്കിൽ അതിൽ പറയാം, പ്ലസ് ട്രെയിൻ സർവീസുകൾ, ഇങ്ങനെയുള്ള സർവീസുകളെല്ലാം എപ്പോഴും ഉണ്ടായാൽ എന്തിന്റെ ആവശ്യമില്ല?
ഈ ബൈക്കുകളുടെയും കാറുകളുടെയും ആവശ്യം വളരെയധികം നമുക്ക് കുറയ്ക്കാം, എക്സ്പെൻസ് കുറയ്ക്കാം. പ്ലസ് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടുകളിൽ നല്ലപോലെ വർക്ക് ചെയ്യുമ്പോൾ ഇത്രയും വണ്ടികൾ കുറഞ്ഞാൽ പൊല്യൂഷനും കുറയും. സോ ഇതാണ് ഡെവലപ്ഡ് കൺട്രീസ് എല്ലാം ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം. അതായത് ലോകത്തിൽ ജനസംഖ്യ കുറയും വേണം, പ്ലസ് നല്ല എന്താണ് ഇക്കണോമിക് സിസ്റ്റവും സോഷ്യൽ സെക്യൂരിറ്റി ഒക്കെ ഉള്ള രാജ്യങ്ങളിൽ കൂടുതലും ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിനെയാണ് എന്ത് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നതും. അപ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ് പോകുന്നത്. നോർവേ, ലക്സംബർഗ്, സ്വീഡൻ ഒക്കെ അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. സോ അവരെല്ലാം ആ ഒരു രീതിയിലേക്ക് ഓൾറെഡി അതിനെ സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പൊ ഇന്ത്യയിൽ അത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെതായ കുറെ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് സ്റ്റിൽ ദെയർ, ബിക്കോസ് പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ എന്ത് ചെയ്യണം, നല്ലപോലെ ഫങ്ഷൻ ചെയ്യണം, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ വേണം. സോ ഒറ്റയടിക്ക് നമുക്ക് ഇനി ഈ വണ്ടികളൊക്കെ ഇല്ലാതാക്കാൻ പറ്റില്ല, ബിക്കോസ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റികൾ ഉണ്ട് കുറെ. അപ്പൊ ഇങ്ങനെ അതൊരു വളരെ കോംപ്ലക്സ് ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ ഇവിടെ ഇത് പറയാനുള്ള കാരണം, ഈ ക്ലൈമറ്റ് ടെക്നോളജി സെന്റർ ആൻഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഇതൊരു സ്ഥാപനമാണ്. സോ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ടു ഡെവലപ്പ് ദ ടെക്നോളജി ഇൻ ക്ലൈമറ്റ് റിലേറ്റഡ് മാറ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ അവരുടെ മെയിൻ കോൺസെപ്റ്റും ഫോക്കസും അത് തന്നെയാണ്. ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട കീ ഏരിയകൾ അവർ പറയുന്നുണ്ട്. അതൊന്ന്, ഇവരുടെ ഒരു ടൈം പീരീഡ് 2023 to 2027 ഇപ്പൊ അവരുടെ ഒരു ഫ്രെയിം വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് അവരൊരു എഗ്രിമെന്റ് അല്ല, ഒരു പോളിസി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് 2023 നും 2027 ഇടയിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ. അത് ഇവരുടെയൊക്കെ വെബ്സൈറ്റിലൊക്കെ പോയാൽ കിട്ടും. സോ അവരുടെ കോൺസെപ്റ്റ് അതാണ്. 23 മുതൽ 27 വരെ നടപ്പിലാക്കേണ്ട കാര്യങ്ങളിൽ രണ്ട് കീ ഏരിയകളാണ്. ഒന്ന് ഡിജിറ്റലൈസേഷൻ ആണ്. സോ ഡിജിറ്റലൈസേഷൻ ഉണ്ടാവുമ്പോൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്യും, അതിലൂടെ എന്ത് കുറയ്ക്കാം, വി ക്യാൻ റെഡ്യൂസ് ദ ക്ലൈമറ്റ് ഇഷ്യൂസ്. അപ്പോൾ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ടെക്നോളജിയുടെ ഡെവലപ്മെന്റിലൂടെ എന്ത് കുറയ്ക്കുക, ക്ലൈമറ്റ് ചേഞ്ച് ഇഷ്യൂസ് കുറയ്ക്കുക. അത് നമ്മളിപ്പോൾ പറഞ്ഞ ചെറിയ ഡീസലും പെട്രോളിലും നിൽക്കുന്നതല്ല, ഒരുപാട് ഏരിയകളിലേക്ക് വരും. ബിക്കോസ് നമ്മൾ ഇപ്പൊ കാറ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കാറ് ഉണ്ടാക്കി കഴിഞ്ഞ കേസല്ല പറയുന്നത്, കാർ ഉണ്ടാക്കുന്നതിന്റെ സ്റ്റാർട്ടിങ് ടു എൻഡ് ഓരോ സ്റ്റേജിലും നമ്മൾ എന്ത് കുറയ്ക്കണം, അതിന്റെ പ്രൊഡക്ഷനിൽ വരുന്ന എക്കണോമിക് ആൻഡ് സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ, ഏറ്റവും പ്രധാനം അതാണ്, എൻവയോൺമെന്റൽ പ്രശ്നങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. സോ അതിനുവേണ്ടി ഏറ്റവും മിനിമൈസ് ചെയ്തുകൊണ്ട് മാത്രം എന്ത് ചെയ്യുക, പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. ഇക്കോ ഫ്രണ്ട്ലി, ഏറ്റവും നമ്മൾ എപ്പോഴും കാണുന്നതാണ് ഇക്കോ ഫ്രണ്ട്ലി. അപ്പൊ ഈ ഇക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സ് ആൻഡ് റോ മെറ്റീരിയൽസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു പോയിന്റിലൂടെ പറഞ്ഞു നിർത്താനുള്ളത്. ഓക്കെ, അപ്പോ ഇത് അറിഞ്ഞിരിക്കുക. ഇപ്പോ ഈ CCTN UNFCCCയുടെ കേസ്. ദെൻ നെക്സ്റ്റ് ഒരു ഏരിയ പറഞ്ഞതാണ് ക്രിട്ടിക്കൽ മിനറൽസ് സമ്മിറ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഇന്ത്യയില് ഈ മിനറൽ ബെൽറ്റ് എന്ന് പറയുന്ന ഏരിയ ഏതാ, നമ്മൾ പറഞ്ഞിട്ട് തോന്നുന്നു. മിനറൽ ബെൽറ്റ് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്ന സ്ഥലം ഏതാണ്? എനിവൺ? ഓക്കെ, എല്ലാവരോടുള്ള ചോദ്യമാണ്. എനിവൺ ക്യാൻ ആൻസർ. മിനറൽ ബെൽറ്റ് ഓഫ് ഇന്ത്യ. ജാർഖണ്ഡ് ആണോ? ജാർഖണ്ഡ്, പർട്ടിക്കുലർലി പറഞ്ഞാൽ ജാർഖണ്ഡ് തന്നെയാണ്. ഓക്കെ, ആ ഏരിയയെ വിളിക്കുന്ന കോമൺ നെയിം എന്താണ്? നമ്മൾ ജോഗ്രഫിയിൽ തന്നെയാണ് പറഞ്ഞത്. യെസ്, ഏതായിരുന്നു? ഡെക്കൻ പ്ലാറ്റ്യൂ. ഡെക്കാൻ പ്ലാറ്റ്യൂ അല്ല, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. വേറൊരു പ്ലാറ്റ്യൂ ആണ്. ഡെക്കാൻ പ്ലാറ്റ്യൂ അല്ല, വേറൊരു പ്ലാറ്റ്യൂ ആണ്. വേറെ ഏതൊക്കെ പ്ലാറ്റ്യൂസ് നമ്മൾ പറഞ്ഞിരുന്നു? മിനറൽ ബെൽറ്റ് ഓഫ് ഇന്ത്യ. യെസ്, ഛോട്ടാ നാഗ്പൂർ. യെസ്, കറക്റ്റ്. ഓക്കെ, ഛോട്ടാ നാഗ്പൂർ എന്ന് പറയുന്ന പ്ലാറ്റ്യൂ ആണ്. അതായത് ഛോട്ടാ നാഗ്പൂർ എന്ന് പറയുന്ന സ്ഥലം ഒരു സ്ഥലമല്ല, ഇറ്റ്സ് ആൻ ഏരിയ. നമ്മളിപ്പോ മലബാർ എന്നൊക്കെ വിളിക്കുന്ന, ഇപ്പൊ കൊച്ചി, മലബാർ, കൊച്ചി, ട്രാവൻകൂർ എന്ന് പഴയ സ്റ്റേറ്റുകളെ ഡിവൈഡ് ചെയ്തിരുന്നു. അപ്പൊ മലബാർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിന്റെ പേരല്ല, ഒരു പർട്ടിക്കുലർ പ്ലേസ് അല്ല, ഒരു റീജിയൻ ഓഫ് പ്ലേസസ് ആണ്. അതായത് കുറെ ജില്ലകൾ ഉൾപ്പെടുന്ന സ്ഥലങ്ങളെ മൊത്തത്തിൽ വിളിക്കുന്നതാണ് മലബാർ എന്ന്. ഇപ്പൊ ജില്ലകളായി. സോ അപ്പോൾ ഇവിടെ പ്രത്യേകത, ഈ ഡെക്കാൻ പ്ലാറ്റ്യൂ ഒരു പ്ലാറ്റ്യൂ ആണ്. ഇതുപോലെയുള്ള വേറൊരു പ്ലാറ്റ്യൂ ആണ് ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ. ഇതിൽ നാഗ്പൂർ എന്ന് പറയുന്ന നഗരത്തിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ദ സെൻട്രൽ സിറ്റി ഇൻ ഇന്ത്യ എന്ന് വിളിക്കുന്നതാണ്. അതായത് ഇന്ത്യയുടെ മാപ്പ് എടുത്തിട്ട് നമ്മളൊരു ലൈൻ കൃത്യമായിട്ട് മുകളിൽ നിന്ന് താഴേക്കും ദെൻ ഈസ്റ്റ് ടു വെസ്റ്റും വരച്ചു കഴിഞ്ഞാൽ കറക്റ്റ് സെൻട്രൽ വരുന്ന ഒരു
സ്ഥലമാണ്, സിറ്റിയാണ് നാഗ്പൂർ. നാഗ്പൂർ സിറ്റുവേറ്റഡ് ഇൻ മഹാരാഷ്ട്ര. ഇപ്പോൾ ചർച്ചയിലുള്ള സ്ഥലമാണ്. നാഗ്പൂരിൽ എന്ത് നടക്കുന്നുണ്ട്? ഇലക്ഷൻ നടക്കുന്നുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞ് റിസൾട്ട് വരാൻ പോകുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ മഹാരാഷ്ട്രയിലുള്ള സ്ഥലമാണത്. അപ്പോൾ നാഗ്പൂരിന്റെ പ്രത്യേകത, നാഗ്പൂർ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണ്? ഒരു ഫ്രൂട്ടിന്റെ പേരിൽ നാഗ്പൂരിനെ വിളിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ആ ഫ്രൂട്ട്സ് ഉണ്ടാക്കുന്നത് അവിടെയാണ്. അതുകൊണ്ട് അതിന്റെ പേരിലാണ് വിളിക്കുക. ഏതാണ് ഫ്രൂട്ട്? നാഗ്പൂർ Orange. ഈസ് ഫേമസ്. ഓറഞ്ച്. ഓക്കെ. ഓറഞ്ച് സിറ്റി ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്ന നഗരമാണ് നാഗ്പൂര്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓറഞ്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നഗരമാണ്. അവിടെ നിന്നാണ് സീസണലായിട്ട് ഓറഞ്ചുകളൊക്കെ വരുന്നത്. അപ്പോൾ ഓക്കെ, സോ നാഗ്പൂർ സിറ്റി ആയിട്ട് ഇതിനൊരു ബന്ധമില്ല. ഈ പറയുന്ന പ്ലാറ്റ്യൂവിന്റെ പ്രത്യേകത, നാഗ്പൂർ പ്ലാറ്റ്യൂ, ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞ ജാർഖണ്ഡ് വരും, ഛത്തീസ്ഗഡ് വരും, ബീഹാർ വരും. സോ ഇത്രയും ഒഡീഷ വരും. സോ ഇങ്ങനെ കുറെ സ്റ്റേറ്റുകൾ ഉൾപ്പെടുന്ന ഒരു റീജിയനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഛോട്ടാ നാഗ്പൂർ. അവിടെ ഏറ്റവും കൂടുതൽ മിനറൽസ് ഉണ്ട്. അപ്പോൾ മിനറൽസിൽ ഒരുപാട് ടൈപ്പ് ഓഫ് മിനറൽസ് ഉണ്ട്. ശരിക്കും ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ഒരു സ്റ്റേറ്റ് ആവാൻ സാധിക്കുന്ന സ്റ്റേറ്റ് ആണ് ജാർഖണ്ഡ്. ഇത് മുൻപ് ബീഹാറിന്റെ ഭാഗമായിരുന്നു. സോ 3 സ്റ്റേറ്റുകൾ 2000 എന്ന് പറയുന്ന വർഷത്തിൽ 3 പുതിയ സ്റ്റേറ്റുകൾ വന്നു: ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ആൻഡ് ഉത്തരാഖണ്ഡ്. ഇത് 3ഉം ഫോം ചെയ്തത് 3 വേറെ സ്റ്റേറ്റിൽ നിന്നാണ്. അപ്പൊ അതില് ഈ ജാർഖണ്ഡ് ഫോം ചെയ്തത് ബീഹാറിൽ നിന്നാണ്. ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഫോം ചെയ്തത് മധ്യപ്രദേശിൽ നിന്നാണ്. ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഫോം ചെയ്തത് ഉത്തർപ്രദേശിൽ നിന്നാണ്. അപ്പൊ ഉത്തരാഖണ്ഡിന്റെ ആദ്യത്തെ പേര് ഉത്തരാഞ്ചൽ എന്നായിരുന്നു. അത് പിന്നെ ഉത്തരാഖണ്ഡ് എന്നാക്കി. സോ ഇത് 3ഉം ഇങ്ങനെ ഫോം ചെയ്തതാണ്. 2000 വന്നത്, നവംബറിലാണ്. ഓക്കെ, കറന്റ് നമ്മളിപ്പോ പറയുന്ന ഇതേ മാസത്തിലാണ്. അത് നവംബർ 1, നവംബർ 9, നവംബർ 15, ഇങ്ങനെ 3 ഡേകളാണ് വരിക. സോ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് ആൻഡ് ഉത്തരാഖണ്ഡ്. അപ്പൊ ഇവിടെ നമ്മളുടെ പോയിന്റിൽ നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത്, മിനറൽ കോൺസെപ്റ്റിൽ ക്രിട്ടിക്കൽ മിനറൽ സമ്മിറ്റ് എന്ന് പറഞ്ഞ സമ്മിറ്റ് നടന്നു. അപ്പോ ഇത് നടത്തിയത് മിനറൽസിന്റെ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് മൈൻസ് എന്ന് പറയുന്ന മിനിസ്ട്രിയാണ്. അപ്പോ ക്രിട്ടിക്കൽ മിനറൽ സമ്മിറ്റ്, ഓക്കെ, അതിന്റെ നോക്കാം. The significant event take place from April 29 to April 30. Habitat Center, Lodi Estate, New Delhi. So മിനറൽ സമ്മിറ്റ് ആണ്. ഇത് നടത്തിയത് മിനിസ്ട്രി ഓഫ് മൈൻ ആണ്. മിനിസ്ട്രി ഓഫ് മൈൻ പറയുമ്പോൾ ആരാണ് ഇപ്പോഴത്തെ മൈൻ മിനിസ്റ്റർ ഓഫ് മൈൻസ്? ആരാണ് മിനിസ്റ്റർ ഓഫ് മൈൻസ്? ഓക്കെ, സൗമ്യ. ഓക്കെ, ഓഡിബിൾ അല്ലേ സൗമ്യ? സൗമ്യ ഓഡിബിൾ ആണോ? സാർ കേൾക്കാം. സൗമ്യ? ഓക്കെ, സൗമ്യ ഓഡിബിൾ. ഓക്കെ, സോ ആരാണ് മൈൻസ് മിനിസ്റ്റർ? മിനിസ്റ്റർ ഓഫ് മൈൻസ്? പ്രഹ്ലാദ് അങ്ങനെ എന്തോ ഒരാളല്ലേ? പ്രഹ്ലാദ് ജോഷി ആണോ ഉദ്ദേശിച്ചത്? അതെ അതെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോ ഈ വേറെ ഏതൊക്കെ മിനിസ്ട്രികളാണ് പ്രഹ്ലാദ് ജോഷിയുടെ കീഴിൽ വരുന്നത്? അപ്പോ ഐഡിയ? അതറിയില്ല, ഞാൻ ഇതൊന്നും കേട്ടിട്ടുണ്ട് ഞാൻ. ഓക്കെ, പ്രഹ്ലാദ് ജോഷി മിനിസ്റ്റർ ആണ്, പക്ഷെ മൈൻസിന്റെ മിനിസ്റ്റർ അല്ല. ഓക്കെ, ഫൈൻ. എന്തെങ്കിലും മിനിസ്റ്റർ ആണ് പ്രഹ്ലാദ് ജോഷി. ഇവിടെ മിനിസ്റ്റർ ഓഫ് മൈൻസ് ആൻഡ് കോൾ, ഓക്കെ, രണ്ടാണ് വരിക. അതായത് പ്രധാനമായിട്ടും മിനറൽസിന്റെയും കോളിന്റെയും മിനിസ്റ്റർ ആയിട്ടാണ് ഇവിടെ ചോദ്യം. അത് വരുന്നത് കിഷൻ റെഡ്ഡി എന്ന് പറയുന്ന മിനിസ്റ്റർ ആണ്. ഓക്കെ, മിനിസ്റ്റേഴ്സിന്റെ പേരുകൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് കറന്റ്ലി ചോദ്യങ്ങളിലൊക്കെ വരുന്നതാണ്. മിനിസ്റ്റർ വളരെ പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെന്റ് മിനിസ്റ്റേഴ്സിൽ ചോദ്യങ്ങൾ വരും. കോൺഫറൻസുകൾ കുറെ നടന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കും. ആൻഡ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നോക്കി വെക്കുക. അപ്പൊ മിനിസ്ട്രി ഓഫ് മൈൻസ് ആൻഡ് കോൾ വരുന്നത് കിഷൻ റെഡ്ഡിയാണ്, ഫ്രം ആന്ധ്ര. ഓക്കെ, അപ്പോ പ്രഹ്ലാദ് ജോഷി മിനിസ്റ്റർ ആണ്, പറഞ്ഞത് കറക്റ്റ് ആണ്, മിനിസ്റ്റർ ആണ്. കൺസ്യൂമർ അഫയേഴ്സ് ഒക്കെയാണ് വരിക. ഓക്കെ, ദെൻ അപ്പൊ ഇവിടെ പ്രത്യേകത, ദെൻ ദ മിനിസ്ട്രി, ഈ മിനിസ്ട്രിയുടെ ഹെഡിൽ അല്ലെങ്കിൽ അവർ നേരിട്ട് നടത്തിയ ഒരു മീറ്റിംഗ് ആണ് ക്രിട്ടിക്കൽ മിനറൽ സമ്മിറ്റ്. ഇതിൽ ഇവർ ഫോക്കസ് ചെയ്ത് പറയുന്ന കുറച്ച് ക്രിട്ടിക്കൽ മിനറൽസുകൾ ഉണ്ട്. അതായത് താഴെ കൊടുത്തിട്ടുണ്ട്.
the discussions will revolve around 8 keys minerals എന്ന് പറയുന്നത് 8 പ്രധാനപ്പെട്ട മിനറൽസിനെ കുറിച്ചാണ് ഇവർ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതില് ഗ്ലക്കോനൈറ്റ്, ലിഥിയം, റയർ എർത്ത് പ്രോഡക്ട്സ് അല്ലെങ്കിൽ എലമെന്റ്സ്, ദെൻ ക്രോമിയം, പ്ലാറ്റിനം ഗ്രൂപ്പ്, ഗ്രാഫൈറ്റ്, ടങ്സ്റ്റൺ ആൻഡ് വെനഡിയം. സോ ഇത്രയും പ്രൊഡക്ട്സുകൾ, ഇത്രയും മിനറൽസുകളെ വെച്ചിട്ടാണ് ഇവർ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കാരണം ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് വിളിക്കാൻ കാരണം ദീസ് ആർ എസെൻഷ്യൽ ഫോർ, അതിൽ താഴെ തന്നെ എഴുതിയിട്ടുണ്ട്, എസെൻഷ്യൽ ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ്, നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ആർ വൈറ്റൽ ഫോർ വേരിയസ് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് സച്ച് ആസ് ഇൻക്ലൂഡിംഗ് ടെക്നോളജി, ഡിഫൻസ്, എനർജി ആൻഡ് ഹെൽത്ത് കെയർ. ഇത് വളരെയധികം വില കൂടിയ സാധനങ്ങളാണ്. ഇന്ത്യക്ക് വളരെയധികം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്. കാരണം ഇത് ഒരുപാട് മേഖലകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഈവൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ടെക്നോളജിക്കലി ഒരുപാട് മേഖലകളിൽ ഉപയോഗിക്കുന്നു. എയറോപ്ലെയിൻ ഡെവലപ്പ് ചെയ്യാൻ, ഇപ്പോൾ അലുമിനിയം പോലെയുള്ളത് എയറോപ്ലെയിൻ ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. സോ ഈ കുറെ പ്രൊഡക്ട്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഈ സാധനങ്ങളെല്ലാം പുറത്തുനിന്ന് എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്യാണ് കുറെ ചെയ്യുക. അപ്പൊ ഇത് കൂടുതൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്താൽ വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് അവർ ഓൺ പ്രൊഡക്ട്സ്. അപ്പൊ നമുക്ക് തന്നെ പ്രൊഡക്ട്സ് ഉണ്ടാക്കാം, നമുക്ക് തന്നെ പുറമെ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. വി ക്യാൻ റെഡ്യൂസ് ദ കോസ്റ്റ്. ഇതാണ് അതിന്റെ ഒരു കോൺസെപ്റ്റ്. അപ്പൊ ഈ അതിൽ ഇവർ ഫോക്കസ് ചെയ്യുന്ന മിനിസ്ട്രി ഫോക്കസ് ചെയ്യുന്ന ഏതൊക്കെയാണ് മിനറൽസ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, മിനറൽസ് അറിഞ്ഞിരിക്കുക. സോ മിനറൽസിന്റെ പേര് ആൻഡ് മിനിസ്റ്ററുടെ പേര്, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പോയിന്റുകളാണ്. ഒന്ന് ഈ മിനറൽസിന്റെ പേരും മിനിസ്റ്ററുടെ പേരുമാണ്. അപ്പൊ ഇതിൽ നമ്മൾ ഈ കോൾ പറഞ്ഞു, ഇപ്പോൾ കോൾ മിനിസ്റ്റർ ഇത് തന്നെയാണ്, കിഷൻ റെഡ്ഡിയാണ്. അപ്പൊ ഈ കോള്, ഏറ്റവും കൂടുതൽ കോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ഒരു സ്ഥലമാണ് ധൻബാദ്. ഇത് ജാർഖണ്ഡിൽ തന്നെയാണ്, ധൻബാദ് എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ ധൻബാദ് എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിനൊക്കെ ഉണ്ട്. ഓക്കെ, യു ക്യാൻ സി ധൻബാദ് എക്സ്പ്രസ്. ധൻബാദിലേക്ക് പോകുന്ന, കേരളത്തിൽ നിന്ന് തന്നെ ധൻബാദിലേക്ക് പോകുന്ന ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഈ ധൻബാദ് എക്സ്പ്രസ് ധൻബാദ് വരെ പോകുന്നതാണ്. അതുപോലെ തന്നെ ടാറ്റ നഗർ എന്ന് പറഞ്ഞ ട്രെയിൻ ഉണ്ട്. ടാറ്റ നഗർ ആൻഡ് അല്ലെങ്കിൽ ജംഷഡ്പൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. സോ ജംഷഡ്പൂരിന്റെ പ്രത്യേകത, അവിടെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി, സ്റ്റീൽ ഫാക്ടറി ഉള്ളത് അവിടെയാണ്. അതിന്റെ പേരാണ് ടിസ്കോ. ഓക്കെ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് വിളിക്കുന്ന ടിസ്കോ അവിടെയാണ്. 1907 വന്ന ഒരു ഫാക്ടറിയാണത്. അപ്പൊ ടാറ്റ ഇപ്പൊ അടുത്ത കാലത്താണ് ടാറ്റയുടെ റീസെന്റ് ആയിട്ടുള്ള ഹെഡ് ആയിരുന്ന രത്തൻ ടാറ്റ അന്തരിച്ചത്. രത്തൻ ടാറ്റ അന്തരിച്ചപ്പോ പൊതുവെ അദ്ദേഹത്തിന്റെ മുമ്പുണ്ടായിരുന്ന ജംഷഡ്ജി ടാറ്റയെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ ഉണ്ടായിരുന്നു. അപ്പൊ ജംഷഡ്ജി ടാറ്റയാണ്, അദ്ദേഹത്തിന്റെ പേരിലാണ് ജംഷഡ്പൂർ എന്ന് പറഞ്ഞ നഗരം ഉള്ളത്. അതിന്റെ പഴയ പേരാണ് ടാറ്റ നഗർ. അപ്പൊ അവിടുത്തെ കമ്പനി ടിസ്കോ. ഇത്രയും കോൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കാം. ദെൻ നെക്സ്റ്റ്, ഗ്രീൻ ടാക്സോണമി. അപ്പൊ ഇവിടെ ഈ ഗ്രീൻ ടാക്സോണമി എന്ന് പറയുന്ന കോൺസെപ്റ്റ് വന്നിട്ടുള്ളത്, ഒന്ന്, ദ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ദ RBI ആൻഡ് ഫിനാൻസ് മിനിസ്ട്രി കുഡ് ദ ഇൻസ്പിറേഷൻ ഫ്രം ഡെവലപ്പിംഗ് വേൾഡ്, എസ്പെഷ്യലി ആസിയാൻ റീജിയൻ വെയർ ലെയർഡ് ഗ്രീൻ ടാക്സോണമി ആസ് എ ലിവിംഗ് ഡോക്യുമെന്റ് കീപ്സ് ഗെറ്റിംഗ്. അത് വെറുതെ എഴുതി വെച്ചിരിക്കുകയാണ്, കുറച്ച് കോണ്ടെക്സ്റ്റ് പോലെ. എങ്കിലും ഇതിന്റെ പ്രത്യേകത, ഇപ്പൊ ഗ്രീൻ ടാക്സോണമി ഫോക്കസിങ് ഓൺ ദ ആസിയാൻ റീജിയൻ എന്ന് പറയുന്നുണ്ട്. ഈ ആസിയാൻ റീജിയൻ, ആസിയാന്റെ ഫുൾ ഫോം എന്താണ്? ആസിയാൻ ഫുൾ ഫോം എന്താണ് അനന്യ? ASEAN. And what about, okay, Aparna, anyone? Okay, Aparna, ആസിയാന്റെ ഫുൾ ഫോം അറിയോ? ആസിയാൻ എന്നുള്ളതിന്റെ ഫുൾ ഫോം അറിയോ? ആസിയാൻ, ASEAN. ആസിയാൻ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ഓക്കെ, എങ്കിലും സർ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആണോ? യെസ് എക്സാക്ട്ലി. ഓക്കെ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആണ്. സോ ഈ ആസിയാൻ എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് റീജിയൻ. ഈ ഏഷ്യ എടുത്തു കഴിഞ്ഞാൽ ഏഷ്യയുടെ സൗത്ത് ഈസ്റ്റ്, സൗത്ത് എന്ന് പറഞ്ഞാൽ താഴെയാണ്, ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ രീതിയിൽ ഇന്ത്യയെ ചിന്തിക്കുമ്പോൾ ഇന്ത്യയുടെ നമ്മളുടെ റൈറ്റ് സൈഡായിട്ട് ചിന്തിക്കാം. ഇന്ത്യയുടെ പിക്ചറിലേക്ക് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ റൈറ്റ് സൈഡാണ്. സോ ബേ ഓഫ് ബംഗാളിന്റെ ഒക്കെ റീജിയൻ. അപ്പോൾ ഇന്ത്യയുടെ റൈറ്റ് സൈഡിൽ ബേ ഓഫ് ബംഗാളിന്റെ അപ്പുറത്ത് കിടക്കുന്ന കുറെ രാജ്യങ്ങളുണ്ട്, ചെറിയ കുറെ രാജ്യങ്ങളുണ്ട്. സിംഗപ്പൂർ, മലേഷ്യ പോലെയുള്ള ചെറിയ രാജ്യങ്ങൾ, ഐലൻഡ് കൺട്രീസ് ആണ്. സോ ഈ ചെറിയ രാജ്യങ്ങളുടെ ഒരു ക്ലബാണ്, കൂട്ടായ്മയാണ് ആസിയാൻ. ഈ ആസിയാൻ വളരെ വലിയൊരു ട്രേഡ് പാർട്ട്ണറാണ് ഇന്ത്യയുമായിട്ട്. ആസിയാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയായിട്ട്. അപ്പൊ ഇവിടെ ഒരു ചോദ്യം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, അതായത് വെദർ
ഇന്ത്യ ഈസ് എ മെമ്പർ ഓഫ് ആസിയാൻ? ഒരു ചോദ്യമാണ്. ആണോ? ഇന്ത്യ ആസിയാനിൽ മെമ്പർ ആണോ? ഒരു തവണ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടിയാണത്. സോ ആസിയാൻ ഇന്ത്യ, ഇതില് ആസിയാനിൽ ഇന്ത്യ മെമ്പർ ആണോ? എന്താണ് ആൻസർ? നോ. ഓക്കെ, നോ, മെമ്പർ അല്ല. ഓക്കെ, നിങ്ങൾക്ക് ആൻസറുകൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കി പറഞ്ഞാലും മതി കേട്ടോ. ഓക്കെ, നോ പ്രോബ്ലം. അതായത് യു ക്യാൻ ചെക്ക് ഇറ്റ് ഡൗൺ. അത് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞാലും മതി. ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ യു ക്യാൻ യൂസ് ഗൂഗിൾ നോക്കാം. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് പറയാം. പക്ഷേ ഇത് കോണ്ടെക്സ്റ്റ് വൈസ് ഇത് നോക്കിയിരുന്നാൽ നല്ലതാണ്. ഈ നോട്ടുകൾ നിങ്ങൾ ആദ്യം വായിച്ചിരിക്കുക. ഇതില് നമുക്ക് ഈ നോട്ടുകൾ ഫുൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, തറോ പോലെ എല്ലാം കാണാതെ പഠിക്കണം എന്നൊന്നുമില്ല. ബട്ട് അതിന്റെ കോണ്ടെക്സ്റ്റ് അറിയണം. ചില കേസുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആവണം എന്നില്ല. ബട്ട് അതിൽ കിടക്കുന്ന ചെറിയ ചെറിയ പോയിന്റുകൾ ഉണ്ടാവും. ആ പോയിന്റ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ഇപ്പോൾ ഈ പറഞ്ഞ ഗ്രീൻ ടാക്സോണമിയിൽ നമ്മളിപ്പോൾ RBI, ഫിനാൻസ് മിനിസ്ട്രി, സോ ഇങ്ങനെ കണക്ട് ചെയ്ത് വരുമ്പോൾ RBI കുറിച്ച് അറിയണം, ഫിനാൻസ് മിനിസ്ട്രിയെ കുറിച്ച് അറിയണം, ആൻഡ് ആസിയാൻ റീജിയനെ കുറിച്ച് ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ മെയിൻ കോൺസെപ്റ്റ് എന്താണ് ഗ്രീൻ ടാക്സോണമി എന്നുള്ള വാക്കാണ് അറിയേണ്ടത്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, എ ഗ്രീൻ ടാക്സോണമി സെർവ്സ് ആസ് എ ഫ്രെയിംവർക്ക് ഫോർ ഡിഫൈനിങ് എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ ഇൻവെസ്റ്റ്മെന്റുകൾ, അപ്പോ എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇത് നോർമലി പ്രകൃതിക്ക് എൻവയോൺമെന്റ്, എല്ലാ കോൺസെപ്റ്റുകളിലും ഇപ്പൊ നമ്മൾ എൻവയോൺമെന്റ് പറയുന്നുണ്ട്, അതിന് ഒന്നും കൂടിയാണ് ഇതും. എൻവയോൺമെന്റിനെ ബാധിക്കാത്ത രീതിയിലുള്ള ഡെവലപ്മെന്റൽ ആക്ടിവിറ്റി ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ്. സോ അതിൽ വരുന്ന ഒന്നാണ് അത്തരം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ സോളാർ എക്യുപ്മെന്റ്സ് എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ മുൻപ് നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ്, ഇപ്പോൾ ഒരു ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പ്ലാസ്റ്റിക് വേണം. അതേ വസ്തു തന്നെ നമുക്ക് ഉണ്ടാക്കാൻ മരം കൊണ്ട്, അതായത് വുഡൻ ആയിട്ട് നിർമ്മിക്കാം. അപ്പോൾ അതായത് ഇറ്റ്സ് റോ മെറ്റീരിയൽ. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന്റെ റോ മെറ്റീരിയൽ ആണത്. ആ റോ മെറ്റീരിയൽ നമുക്ക് പ്ലാസ്റ്റിക്കിലും ഉണ്ടാക്കാം, ആൻഡ് വി ക്യാൻ യൂസ് ദ വുഡൻ മെറ്റൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റലിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് പ്രകൃതിക്ക് ഏറ്റവും നല്ലത് എന്ന് നോക്കിയാൽ, ഇപ്പോൾ പ്ലാസ്റ്റിക് മോശമാണെന്ന് തോന്നിയാൽ നമുക്ക് എന്തിലുണ്ടാക്കാം, മറ്റേ പ്രൊഡക്റ്റിൽ ഉണ്ടാക്കാം. അപ്പൊ അത് കൂടുതൽ എന്താണ്, ഇക്കോ ഫ്രണ്ട്ലി ആണ്. അപ്പൊ അത്തരം കോൺസെപ്റ്റുകളിൽ എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഒരു സസ്റ്റൈനബിൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് നമുക്ക് പോയിന്റുകൾ നോക്കാം. ഇവിടെ പ്രത്യേകം അതിന്റെ ലാസ്റ്റ് ഒരു പോയിന്റ് കൊടുക്കുന്നുണ്ട്, ഡു നോട്ട് സിഗ്നിഫിക്കന്റ് ഹാം ക്രൈറ്റീരിയ ആക്ടിവിറ്റീസ് കൺസിഡർ ഗ്രീൻ ഷുഡ് നോട്ട് ഹാം അതർ എൻവയോൺമെന്റൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യം. അതായത് എൻവയോൺമെന്റൽ കാര്യങ്ങളെ ഒബ്ജക്റ്റ് ചെയ്യരുത്, എൻവയോൺമെന്റിനെ ബാധിക്കാത്ത രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റ് ആണ്. അല്ലെങ്കിൽ ദ ഇൻവെസ്റ്റ്മെന്റ് ഷുഡ് സപ്പോർട്ട് ദ എൻവയോൺമെന്റ് എന്നും പറയാം. എൻവയോൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം എല്ലാ ഇൻവെസ്റ്റ്മെന്റുകളും. അപ്പൊ അത് നമ്മൾ, എന്നാൽ ചിലപ്പോൾ ചോദിക്കാം, ഇപ്പോൾ ഒരു കമ്പനി ഉണ്ടാക്കുന്നത് എന്താണ്, കെമിക്കലാണ്. അപ്പൊ ഈ കെമിക്കല് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി അല്ലല്ലോ. അപ്പൊ അതെങ്ങനെ അവർ ബിസിനസ് ചെയ്യും? അപ്പൊ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി അല്ല എന്നതുകൊണ്ട് അവർ ബിസിനസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ ഉദ്ദേശിക്കുന്നത്, മുൻപ് അവർ ബിസിനസ് ചെയ്യുമ്പോൾ എത്രത്തോളമാണോ എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നത്, അതിനെ ഇപ്പൊ എന്ത് ചെയ്യാൻ സാധിക്കണം, കുറയ്ക്കാൻ പറ്റണം. സോ ദേ ഹാവ് ടു റെഡ്യൂസ് ദ ഔട്ട്കം ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്, അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ്. അപ്പോൾ അത് പല രീതിയിലാണ്. നമ്മൾ ഇതിൽ വരുന്ന വേസ്റ്റേജ് ഡിസ്പോസൽ ആവാം, അല്ലെങ്കിൽ ഇത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ബാധിക്കുന്നതാവാം. ഇതിനെയൊക്കെ കുറയ്ക്കാൻ പറ്റണം, അതിനുള്ള ടെക്നോളജി വേണം. ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും ഒരു വലിയ ഇഷ്യൂ ആണ് വേസ്റ്റ് ഡിസ്പോസൽ. അപ്പോൾ ഇതെന്ത് ചെയ്യും എന്നറിയില്ല. എന്നാൽ ചില നഗരങ്ങളിൽ, ഇന്ത്യയിൽ തന്നെയുണ്ട്, പല സ്ഥലങ്ങളിലും ഉണ്ട് ഈ വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം കൃത്യമായിട്ട് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെ ചെയ്യുന്നത്, ഓരോ പ്രൊഡക്റ്റുകളെയും വേറെ വേറെ വേർതിരിക്കും. അതായത് ഡീഗ്രേഡബിൾ, ഗ്രേഡബിൾ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ പെരിഷബിൾ ഒക്കെ ആയിട്ട് തിരിച്ചിട്ട് ഇത് വേറെ വേറെ സെഗ്രഗേറ്റ് ചെയ്ത് വേറെ വേറെ അവർ എന്ത് ചെയ്യാണ്, വേണ്ട രീതിയിൽ അവർ വേസ്റ്റ് മാനേജ്മെന്റ് നടത്തുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സിസ്റ്റം ഉള്ള കമ്പനികളാണെങ്കിൽ നല്ലതാണ് എന്നുള്ള കോൺസെപ്റ്റും ഉണ്ട്. ഓക്കെ, ദെൻ നാഷണൽ സെന്റർ ഫോർ ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു ടേം ആണ് ഇവിടെ. ഇവിടെ പ്രത്യേകത, ഇന്ത്യയിൽ നിന്ന് ഒരു ടീം ബംഗ്ലാദേശിലേക്ക് വിസിറ്റ് ചെയ്തു ബൈലാറ്ററൽ ഡിസ്കഷന് വേണ്ടിയിട്ട്.
on renewing the memorandum of understanding between India's National Center for Good Governance and Bangladesh Ministry of Public Administration. അപ്പോൾ ഇന്ത്യയുടെ ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതിന്റെ പേര് ഇന്ത്യാസ് നാഷണൽ സെന്റർ ഫോർ ഗുഡ് ഗവേണൻസ് എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. അതുപോലെ ബംഗ്ലാദേശിലെ മിനിസ്ട്രി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ഇത് തമ്മിൽ എഗ്രിമെന്റ് ഒപ്പുവെച്ചിരുന്നു. അപ്പൊ ഇതിന്റെ കോൺസെപ്റ്റ് 2024 മുതൽ 29 വരെ എന്ത് ചെയ്യുക, കുറെ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നു. അതായത് ബംഗ്ലാദേശ് സിവിൽ സർവൻസിന് വേണ്ടിയിട്ട് അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിലുള്ള ഗവേണൻസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പൊ അതിൽ വരുന്ന പ്രത്യേകത ട്രാൻസ്പെറൻസി വരും, ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നു. പക്ഷെ ഇതെങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതാണ് ഇതിൽ പഠിപ്പിക്കുന്നത്. ഗുഡ് ഗവേണൻസ് ത്രൂ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ഒരു അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയൊക്കെ ഈസി ആക്കാം എന്നുള്ളത് ഇതിൽ ഈ ട്രെയിനിങ്ങിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇതിനു വേണ്ടിയുള്ള ഒരു സെന്റർ ആണ് ഈ നാഷണൽ സെന്റർ ഫോർ ഗുഡ് ഗവേണൻസ്. ഇതുപോലെ നമുക്ക് ഒരുപാട് സെന്ററുകൾ ഉണ്ട്. അപ്പൊ ഇത് ഇന്ത്യൻ ഗവൺമെന്റ് നടത്തുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് അതിനെ നല്ല രീതിയിൽ ഇന്ത്യയുടെ സപ്പോർട്ടീവ് അലൈസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ബംഗ്ലാദേശ് ഇന്ത്യയുടെ നൈബർ ആയതുകൊണ്ടും സഹായിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, വി ആർ ഗിവിംഗ് ദ ട്രെയിനിങ് സെഷൻസ് ഫോർ ദ ബംഗ്ലാദേശി സിവിൽ സർവൻസ്. അതുപോലെ തന്നെ ഭൂട്ടാനിൽ കൊടുക്കാറുണ്ട്, നേപ്പാളിൽ കൊടുക്കാറുണ്ട്, ഇവർക്കൊക്കെ അത് കൊടുക്കാറുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ കോൺസെപ്റ്റ് ഇത് ബംഗ്ലാദേശി സിവിൽ സർവൻസിനെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോ ഇതുപോലെ ഇപ്പൊ കേരളത്തില് നമ്മൾ നോക്കിയാൽ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമുണ്ട്, കില. ഓക്കെ, എവിടെയാണ് കില? KILA. ഓക്കെ, ഐ തിങ്ക് കിലയുടെ അടുത്ത് തന്നെ വീടുള്ളവരും ചിലപ്പോൾ ഉണ്ടാവാം. അപ്പൊ കില ഏതാണ്, എവിടെയാണ് സ്ഥലം? കില, KILA, എവിടെയാണ് സ്ഥാപനം? എനിവൺ? മുളങ്ങുന്നത്തുകാവല്ലേ? യെസ്, ഓക്കെ. തൃശ്ശൂർ തന്നെ. ഓക്കെ, സനത്തിന്റെ സ്ഥലം എവിടെയാ? അവിടെയാണോ? എന്റെ പാടുകാടാണ്, അടുത്താണ്. ഓക്കെ, ആ റൂട്ടിൽ തന്നെയാണ്. ഓക്കെ, ഫൈൻ. ആൻഡ് ഓക്കെ, സൂരജിന്റെ? എന്റെ കുന്നംകുളം. ഓക്കെ, ഫൈൻ. യെസ്. ഓക്കെ, എന്നാലും അറിയും അല്ല, മീൻസ് മോസ്റ്റ്ലി ഇപ്പോ ആ ഏരിയയില് തൃശ്ശൂർ റീജിയൻ ആണെങ്കിൽ ഒരു പരിധി വരെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പക്ഷെ ആ സ്ഥാപനം പെട്ടെന്ന് അറിയണമെന്നുമില്ല, ബിക്കോസ് അതൊരു കുറച്ച് മാറി നിൽക്കുന്ന സ്ഥാപനമാണ്. മാത്രമല്ല ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാപനമാണ്. ഇപ്പൊ കില എന്ന് പറയുന്നത് മുളങ്കുന്നത്തുകാവ് ആണ് വരുന്നത്. അതായത് നിയർ ബൈ തൃശ്ശൂരിൽ തന്നെ അടുത്തുള്ള സ്ഥലമാണ്. ഇത് മുളങ്കുന്നത്തുകാവ് മാത്രമല്ല, കേരളത്തിൽ അതിന്റെ വേറൊരു സ്റ്റേഷനും ഇപ്പോൾ കുറെ സ്ഥലങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മെയിൻ സ്ഥലം വരുന്നത് ഇത് തന്നെയാണ്. അപ്പൊ അതിന്റെ ഉദ്ദേശം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. ഇവർ ചെയ്യുന്നത് ഇവിടെ പറഞ്ഞ പോലെ ഗുഡ് ഗവേണൻസ് ആൻഡ് ട്രെയിനിങ് ഫോർ ദ ലോക്കൽ റെപ്രസെന്റേറ്റീവ്സ് ആണ്. ഇപ്പൊ നമ്മൾ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ പഞ്ചായത്തുകളിൽ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇലക്ഷനിൽ ജയിച്ചു വരുന്ന മെമ്പർമാർക്ക് എങ്ങനെ വർക്ക് ചെയ്യണം, എന്താണ് വർക്കിംഗ്, അല്ലെങ്കിൽ ഇപ്പൊ സെക്രട്ടറിമാരുണ്ടാവും, പഞ്ചായത്ത് സെക്രട്ടറിമാര്, ഇപ്പൊ ഇവർക്കെല്ലാം ട്രെയിനിങ് കൊടുക്കുകയും അഡ്മിനിസ്ട്രേഷൻ സെറ്റപ്പ് എന്താണെന്ന് മനസ്സിലാക്കുകയും നിയമങ്ങളെ കുറിച്ച് പഠിപ്പിക്കുകയും ഇതൊക്കെ ചെയ്യുന്ന ഒരു ട്രെയിനിങ് ഓർഗനൈസേഷൻ ആണ് കില. അപ്പൊ അത് ചെയ്യുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു? ഗുഡ് ഗവേണൻസ്. അത് തന്നെയാണ് അതിന്റെ കോൺസെപ്റ്റ്. ഗുഡ് ഗവേണൻസ് ത്രൂ ട്രെയിനിങ് സെഷൻസ്. അത് സ്റ്റുഡൻസിനും ഉണ്ട്, ഇവർക്ക് മാത്രമല്ല. ഓക്കെ, ദെൻ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഇൻ ഇന്ത്യ എന്ന് പറയുന്നതാണ് അടുത്തത്. സോ ഇത് 2016 ഇന്ത്യയിൽ സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച ഒരു സ്കീമാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ. വേറൊന്ന് സ്റ്റാൻഡപ്പ് ഇന്ത്യ. 2 സ്കീമുകൾ തുടങ്ങി. ഇത് രണ്ടും വന്നത് 2016 ഒന്ന് വന്നത് ജനുവരി ആണെന്ന് തോന്നുന്നു. ഐ തിങ്ക് ജനുവരി 8th or 15th. ഓക്കെ, 15th ആണ്, ജനുവരി 15th. യെസ്, അതായത് ജനുവരി 15th 2016 സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്കീം വന്നത്. സ്റ്റാൻഡപ്പ് ഇന്ത്യ വന്നത് April 5th 2016 തന്നെ. അപ്പൊ ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യയിലൂടെ ഉദ്ദേശിക്കുന്നത് വി ഹാവ് ടു സപ്പോർട്ട് ദ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഇൻ ഇന്ത്യ. പുതിയ കമ്പനികൾ തുടങ്ങുന്നതാണ് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം. അറിയാലോ, സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ പുതിയ വെഞ്ചർ എന്ന് പറയാം. വെഞ്ചർ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് തുടങ്ങുന്ന സംരംഭങ്ങളെ വിളിക്കുന്നതാണ് വെഞ്ചേഴ്സ്. സോ ഇതിനു വേണ്ടി വെഞ്ചർ ക്യാപിറ്റൽ ഒക്കെ കൊടുക്കുന്ന ബാങ്കുകളുണ്ട്. വെഞ്ചർ ക്യാപിറ്റൽ, സീഡ് ക്യാപിറ്റൽ എന്നൊക്കെ പറയുന്ന പണം കൊടുക്കും നിങ്ങൾക്ക് തുടങ്ങുന്ന സമയത്ത്, ഒരു സഹായധനം എന്നുള്ള കോൺസെപ്റ്റ് ആണ്.
അപ്പൊ ഇതിലൂടെ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഈ സ്കീം വളരെയധികം ഇഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം കംപ്ലീറ്റ്ലി ആവണമെന്നില്ല. ബിക്കോസ് ഇന്ത്യയിൽ പൊതുവേ ഉള്ളൊരു എന്താണ് തോട്ട് സിസ്റ്റമാണ്, തോട്ട് പ്രോസസ്സാണ്. നമ്മൾ എപ്പോഴും ജോലി നേടുക, ഓക്കെ, നമുക്കുമുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ജോലി നേടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ജോലി കൊടുക്കാനല്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അത് വെഞ്ചർ എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് കുറവാണ്. അപ്പൊ അത് പറയുന്നത് വി ഹാവ് ടു ഡെവലപ്പ് എ വെഞ്ചർ. അതായത് നിങ്ങളിപ്പോൾ ഒരു ജോലിക്കാരനായിക്കോട്ടെ, പക്ഷെ നിങ്ങൾ ജോലി നേടുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, നിങ്ങളൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുക, പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുക. അതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കേണ്ട കാര്യം നിങ്ങളൊരു തൊഴിൽ നേടുകയല്ല, മറിച്ച് ഒരു 2-3 ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരാളായി മാറുക എന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റ്. അതാണ് ഈ സ്റ്റാർട്ടപ്പിന്റെ ഉദ്ദേശവും. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ഇക്കണോമിക് ആക്ടിവിറ്റി കൊണ്ടുവരാം എന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് സിസ്റ്റം കുറവാണ്. ഇന്ത്യയിലുള്ള ആൾക്കാരൊക്കെ പുറത്തു പോയി അമേരിക്കയിലൊക്കെ പോയിട്ടാണ് സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ സിലിക്കൺ വാലി എന്ന് പറയുന്ന സ്ഥലമാണ് സ്റ്റാർട്ടപ്പുകളുടെ കേന്ദ്രം എന്ന് പറയുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ ഉള്ളത്. ഇന്ത്യക്കാരാണ് അതിൽ ഒരു 30 മുതൽ 40% വരെ, അതിൽ കൂടുതൽ. സോ അതൊരു ഹബ്ബാണ്, IT ഹബ്ബാണ്. ഇന്ത്യയിലെ ബാംഗ്ലൂർ പറയുന്ന പോലെ ദെൻ അമേരിക്കയിലെ സിലിക്കൺ വാലിയാണ്. അപ്പൊ ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്ന് വിളിക്കുന്ന നഗരമാണ് ബാംഗ്ലൂരു. ഓക്കെ, സോ ഇവിടെ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതും അത് തന്നെയേ ഉള്ളൂ. ഇവിടെ പ്രത്യേകത, അടുത്ത റീസെന്റ് ഉള്ള പ്രത്യേകത, പ്രൈം മിനിസ്റ്റർ ഇനാഗുറേറ്റഡ് സ്റ്റാർട്ടപ്പ് മഹാകുംഭ് ഇവന്റ് in India, engaged in the world's third largest startup ecosystem, boasting over 1.2 lakh startup and 110 unicorns എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോഴത്തെ പുതിയ കണക്ക് പ്രകാരം 1.25 lakh സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയിലുണ്ട്. 110 യൂണിക്കോണുകളുണ്ട്. യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ അതിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റുകളുള്ള സ്റ്റാർട്ടപ്പുകളാണ് യൂണിക്കോണുകൾ. അതിലേക്ക് ടാറ്റയോ അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികൾ എന്ത് ചെയ്യാം, ഫണ്ട് ഇറക്കുക. ഇപ്പോൾ അങ്ങനെ തുടങ്ങി കുറേ ഉണ്ട്. ഇപ്പൊ നമ്മൾ ബൈജൂസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലുള്ള കുറെ ആപ്പുകൾ അങ്ങനെയുണ്ട്. അവരിലേക്ക് കുറെ ഇൻവെസ്റ്റ്മെന്റ് വന്നപ്പോൾ അവർ വളർന്നു. പക്ഷേ ചില കമ്പനികൾ അതിൽ മാനേജ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് പൊളിഞ്ഞു പോയി, അവരെല്ലാം തകർന്നു പോയതുകൊണ്ട്. അതുപോലെ ഇപ്പൊ നമുക്ക് സ്വിഗ്ഗി, സൊമാറ്റോ ഇതൊക്കെ അങ്ങനെ തുടങ്ങിയതാണ്, ചെറിയ രീതിയിൽ തുടങ്ങിയതാണ് അവര്. അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വന്ന് അവർ വളർന്ന് ഇപ്പൊ സ്വിഗ്ഗിയൊക്കെ വലിയ രീതിയിൽ ഫണ്ട് സ്വീകരിച്ച് IPO വന്ന് ഷെയർ മാർക്കറ്റിലേക്ക് വന്ന് അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാരണം അതിലേക്ക് ഇനിയും ഇൻവെസ്റ്റ്മെന്റ് വരാനുള്ള സാധ്യതയുണ്ട്. എല്ലാ സ്റ്റാർട്ടപ്പും ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ ഇന്ത്യയിൽ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ബിഗ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ഓൺഡ് ബൈ ഒരു മലയാളിയാണ് അതിന്റെ ഓണർ ആയിരുന്നത്. സോ ആള് തുടങ്ങിയതാണ് ബിഗ് ബാസ്ക്കറ്റ്. സോ ബിഗ് ബാസ്ക്കറ്റിന്റെ പ്രത്യേകത, അത് അറിയുന്നതായിരിക്കും, ബാംഗ്ലൂരിലൊക്കെ ഫേമസ് ആണ്. അതില് എന്ത് ചെയ്യാം, പച്ചക്കറികളും അല്ലെങ്കിൽ വെജിറ്റബിൾസും ഒക്കെ നമുക്ക് വാങ്ങാവുന്ന ഒരു പ്ലാറ്റ്ഫോം, സ്വിഗ്ഗി പോലെ തന്നെ. അപ്പോൾ അത് പെട്ടെന്ന് അവർ പക്ഷെ വളർന്നു, അവര് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തു. അപ്പൊ ഈ ബിഗ് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന കമ്പനിയിൽ ആര് ഇൻവെസ്റ്റ് ചെയ്തു? ടാറ്റ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തു. ടാറ്റ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ടാറ്റയുടെ കൺട്രോളിലേക്ക് ഇപ്പോൾ ബിഗ് ബാസ്ക്കറ്റ് വന്നു. സോ ടാറ്റ അതിനെ വാങ്ങി എന്ന് പറയാം. അപ്പൊ അങ്ങനെയായിട്ട് അങ്ങനെ ചെയ്യുന്നതുണ്ട്. ഇപ്പൊ ചില ആൾക്കാർ ഇപ്പൊ ചെയ്യുന്ന മെയിൻ ട്രെൻഡ് എന്ന് പറയുന്നത് തന്നെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുക, അതിലേക്ക് ഒരു വിധം നല്ല മെച്ചുവേർഡ് ആയാൽ ദാറ്റ് വിൽ സെൽ, അതിനെ അവരെന്ത് ചെയ്യും, നല്ല കമ്പനികൾ വാങ്ങും. അപ്പൊ അതൊരു വലിയ കാശിന് കൊടുക്കും. ഇപ്പൊ ഫ്ലിപ്കാർട്ടൊക്കെ അങ്ങനെ പോയതാണ്. അപ്പൊ അതാണ് ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇതാണ്. ആൻഡ് ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു PDF, 2 PDF കൂടി ഉണ്ട്. അത് നമുക്ക് അതും കൂടി ഒന്ന് ഓടിച്ചു നോക്കാം. ഒന്ന് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്നതിനെ കുറിച്ചും. ഓക്കെ, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്നത് ഇവിടെ ന്യൂസിൽ വരാനുള്ള കാരണം, ഇസ്രായേൽ ഈസ് വോയിസിംഗ് കൺസേൺ ദാറ്റ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് പ്രിപ്പയറിംഗ് ടു ഇഷ്യൂ അറസ്റ്റ് വാറന്റ് ഫോർ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഓൺ ചാർജസ് റിലേറ്റഡ് ടു കണ്ടക്ട് ഓഫ് വാർ അഗൻസ്റ്റ് ഹമാസ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ്. അവര് ഇപ്പൊ അടുത്ത കാലത്ത് ചില ജഡ്ജ്മെന്റുകൾ ഇറക്കിയിരിക്കുന്നു. ഹമാസിനെതിരെ പോരാടിയ ഇസ്രായേൽ ഒഫീഷ്യൽസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇസ്രായേൽ അതിനെതിരെ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെതിരെ നീങ്ങുന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അബൌട്ട് ദി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ലോക നീതിന്യായ കോടതിയാണ്. ഇത് നെതർലാൻഡ്സിൽ ഹേഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇതിന്റെ പ്രത്യേകത, അപ്പൊ ഇസ്രായേൽ ഹമാസ് ഇഷ്യൂസ് അറിയാലോ. ഇസ്രായേൽ ഹമാസ് ഇഷ്യൂസ് തുടങ്ങിയിട്ട് 1 വർഷത്തിനേറെയായി. 2023 October 7 എന്ന് പറയുന്ന ഡേറ്റിലാണ് ഹമാസ് അറ്റാക്ക്
ഓൺ ഇസ്രായേൽ. ആൻഡ് അന്ന് മുതൽ പിന്നീട് ഇസ്രായേൽ സ്റ്റാർട്ടഡ് ടു അറ്റാക്ക് ഓൺ ഹമാസ് ഇൻ ദ റീജിയൻ ഓഫ് ഗാസ. സോ അത് പിന്നീട് കടന്ന് അതിന് പുറത്തേക്ക് കടന്ന് ഇപ്പോൾ ഇറാനിയൻ റീജിയനുകളിലേക്ക് കടന്നു. ആൻഡ് മറ്റ് തൊട്ടടുത്തുള്ള ലെബനൻ പോലെയുള്ള സ്ഥലങ്ങളിലേക്കും അവിടെയുള്ള വേറെയും സ്ഥലങ്ങളിലേക്ക് മാറി ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടന. സോ ഇങ്ങനെയുള്ള അറ്റാക്കുകൾ വളരെയധികം ഡൈവേഴ്സിഫൈഡ് ആയി, സ്റ്റിൽ അണ്ടർഗോൺ, അല്ലെങ്കിൽ അത് അണ്ടർഗോയിങ് ആണ്, നിന്നിട്ടില്ല. അപ്പൊ അതൊരു ഇന്റർനാഷണൽ ഇഷ്യൂ ആണ് സത്യത്തില്. ബട്ട് അതിന് പല സംഘടനകളും എതിർക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. സോ അതിന്റെ പൊളിറ്റിക്കൽ, അൺപൊളിറ്റിക്കൽ, ഇങ്ങനെ കുറെ സംഭവങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. എങ്കിൽ പോലും ഇവിടുത്തെ പോയിന്റില് ഈ കോണ്ടെക്സ്റ്റില് ഇസ്രായേലിനെതിരെ ICC കൊണ്ടുവന്ന ഇതിനെ എന്ത് ചെയ്യുന്നു? ഇസ്രായേൽ എതിർക്കുന്നു, ഇസ്രായേൽ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കോണ്ടെക്സ്റ്റ്. സോ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ പൊതുവെ എന്തെങ്കിലും രാജ്യങ്ങൾക്കെതിരെ സാങ്ഷൻ കൊണ്ടുവരാനുള്ള കോൺസെപ്റ്റുകൾ ഉണ്ട്. ചില കേസുകളിൽ അവരുടെ റൂളുകളെ എതിർത്ത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, നോർമലി ചിലപ്പോൾ ചില സാങ്ഷൻസ് വരാം. സാങ്ഷൻ എന്ന് പറഞ്ഞാൽ തടസ്സം, എതിർപ്പുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇതില് നെക്സ്റ്റ് വരുന്ന ഒന്നാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഇതൊരു എക്കണോമിക് സിസ്റ്റം ആണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത ആൾക്കാരുടെ കയ്യിൽ ഇതിനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു എക്കണോമിക് ആക്ടിവിറ്റി ആണ്. ഈ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണ്. ആൾക്കാരുടെ കയ്യിൽ എന്തില്ല, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കാലഘട്ടം, അതായത് റിസഷൻ. സോ മാർക്കറ്റ് വളരെ ഡൗൺ ആണ്. ആ സമയത്ത് ആൾക്കാർ എന്ത് ചെയ്യുക? സേവ് ചെയ്യുക, അതായത് കയ്യിലുള്ള കാശൊക്കെ എടുത്തു വെക്കുക. ഇപ്പൊ നമ്മൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ കോവിഡ് സിറ്റുവേഷൻ പറയാം. കോവിഡ് സിറ്റുവേഷനിൽ റിസഷൻ ആണ്. അതിന് വേറൊരു കാലഘട്ടം കൂടിയാണ്. അന്ന് ജനങ്ങൾക്ക് ശമ്പളമില്ല. ബട്ട് ഇത് പറയുന്നത് ജനങ്ങൾക്ക് ശമ്പളമില്ല അല്ലെങ്കിൽ വരുമാനമില്ലാത്തൊരു കാലഘട്ടം, വരുമാനം കുറയുന്ന സമയം. അപ്പോൾ ഉള്ള ശമ്പളത്തിനെ ജനങ്ങൾ എന്ത് ചെയ്യുക? സേവ് ചെയ്യുക. പൂർണ്ണമായിട്ട് ബാങ്കുകളിൽ ഇടുകയോ അല്ലെങ്കിൽ കയ്യിൽ തന്നെ സൂക്ഷിക്കുകയോ എടുത്തു വെക്കുകയോ ചെയ്യുകയാണ്. പുറത്തിറക്കുന്നില്ല, മാർക്കറ്റിലേക്ക് ഇറക്കുന്നില്ല. അപ്പൊ മാർക്കറ്റിൽ ഇറക്കാതെ വരുമ്പോൾ പൊതുവെ സംഭവിക്കുന്ന ഒന്നാണ് കൺസ്യൂമറിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ലാതാവും. മാർക്കറ്റ് ഫേവേർഡ് അല്ലാതായിരിക്കും. മാർക്കറ്റിലേക്ക് സാധനങ്ങൾ ഇറങ്ങില്ല, കച്ചവടം നടക്കില്ല. അങ്ങനെ കൂടുതൽ ഇഷ്യൂസിലേക്ക് പോകുന്ന ഒരു സിനാരിയോ, അതിനെ വിളിക്കുന്നതാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ പിന്നെ കൊടുത്തിട്ടുള്ളതും അത് തന്നെയാണ് അല്ലേ? ഓക്കെ, പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് 2 തവണ എഴുതിയിട്ടുണ്ട് തോന്നുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. സോ അതിനെ കുറിച്ചാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്, the concept was popularized by British economist John Maynard Keynes in 1936 book. അതാണ് അതിന്റെ കോൺസെപ്റ്റ്. സോ കെയ്ൻസ് എന്ന് പറയുന്നത്, JM കെയ്ൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, എക്കണോമിക്സിന്റെ ഫേമസ് ആയിട്ടുള്ള ആളാണ്. സോ ആ വ്യക്തി പറഞ്ഞ ഒരു കോൺസെപ്റ്റാണ് ഈ സംഭവം. അത് ബ്രിട്ടനിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്, ബ്രിട്ടനിലും നടക്കുന്നുണ്ട്. അത് പല രാജ്യങ്ങളിലും നടക്കുന്ന ഒരു ഇഷ്യൂ ആണ്. പല രാജ്യങ്ങളും റിസഷൻ സ്റ്റേജിലൂടെ പോകുന്നുണ്ട്, യൂറോപ്പ് അടക്കം. അപ്പോൾ പിന്നെ വരുന്ന ഒന്നാണ് വാട്ടർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇത് പറയുന്നത് അർബനൈസേഷൻ ഗ്യാദേഴ്സ് പേസ് മോർ ആൻഡ് മോർ വേസ്റ്റ് വാട്ടർ ഈസ് ജനറേറ്റഡ്, ബട്ട് ഓൺലി അബൌട്ട് 40% ഓഫ് ദിസ് ഈസ് ട്രീറ്റഡ് ആൻഡ് ഈവൻ ദാറ്റ് ഈസ് നോട്ട് ബീങ് റീയൂസ്ഡ്. അതായത് ഉപയോഗിക്കുന്ന വെള്ളത്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അർബനൈസേഷൻ ഗ്യാദേഴ്സ് പേസ് മോർ ആൻഡ് മോർ വേസ്റ്റ് വാട്ടർ ഈസ് ജനറേറ്റഡ്. സോ ലോകത്തിൽ ഇപ്പൊ സംഭവിക്കുന്നതാണ് അർബനൈസേഷൻ. ഇന്ത്യയിലായാലും നോക്കിയാൽ അറിയാം, ഇന്ത്യയിൽ അർബനൈസേഷൻ ഈസ് ഇൻ ദ പേസ്. സോ ഫാസ്റ്റ് ആണ് അർബനൈസേഷൻ. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ വാട്ടർ വേസ്റ്റേജ് കൂടുകയാണ്. കാരണം ആൾക്കാർ യൂസ് ചെയ്യുന്ന വാട്ടർ വേസ്റ്റേജ് കൂടുന്നു. പക്ഷേ അത് കുഴപ്പമില്ല. ബട്ട് ഓൺലി അബൌട്ട് 40% ഓഫ് ദ ദിസ് ഈസ് ട്രീറ്റഡ് ആൻഡ് ഈവൻ ദാറ്റ് ഈസ് നോട്ട് ബീങ് റീയൂസ്ഡ്. അതായത് ഇതില് 40% വെള്ളവും അല്ലെങ്കിൽ വാട്ടർ സിസ്റ്റവും എന്താണ്? ട്രീറ്റഡ് അല്ല, നല്ല വെള്ളമല്ല. മാത്രമല്ല ഇത് റീയൂസ് ചെയ്യാനും പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള ടെക്നോളജിയും ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ വാട്ടർ ട്രേഡിങ്ങിന് പറയാൻ കാരണം, ഇതിനെ സംബന്ധിക്കുന്ന ഒരു റിപ്പോർട്ട് ഇന്ത്യയിൽ നീതി ആയോഗ് പുറത്തു വിട്ടിട്ടുണ്ട്. നീതി ആയോഗ് പറയുന്ന കോൺസെപ്റ്റ് അതാണ്, ഇന്ത്യയിൽ വാട്ടർ സിസ്റ്റം നേരിടുന്ന ഒരു പ്രശ്നം അതാണ്. വാട്ടർ സിസ്റ്റം നോക്കിയാൽ അറിയാം, നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം നശിപ്പിച്ച് കളയുന്നു. അതില് എല്ലാം നല്ല വെള്ളമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പൊ അർബനൈസേഷൻ ഒരു ത്രെട്ടാണ് എന്തിന്? വാട്ടർ യൂസേജിന്. അർബനൈസേഷൻ സംഭവിക്കുമ്പോൾ വേസ്റ്റ് വാട്ടർ കൂടുകയാണ്. സോ ഈ വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം നല്ലതാവണമെന്നില്ല. ഈ നീതി ആയോഗിന്റെ പ്രത്യേകത അറിയാലോ. നീതി ആയോഗ് ഇന്ത്യയിലെ ഒരു അഡ്വൈസറി ബോഡി പോലെ വന്നിട്ടുള്ളതാണ്. 2015
ആൻഡ് നീതി ആയോഗിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആൾവേസ് പ്രൈം മിനിസ്റ്റർ. വൈസ് ചെയർമാൻ മാത്രമാണ് മാറുക. വൈസ് ചെയർമാനും അതുപോലെ സിഇഒ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് അരവിന്ദ് പനഗരിയ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ആൻഡ് ദ ഫസ്റ്റ് സിഇഒ വാസ് സിന്ധുശ്രീ പുള്ളാർ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അവരായിരുന്നു. ആൻഡ് കറന്റ്ലി ഇപ്പോൾ ഉള്ളത് വൈസ് ചെയർമാൻ സുമൻ ബെറി എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ സിഇഒ എന്ന് പറയുന്നത് PVR സുബ്രഹ്മണ്യം എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, സുബ്രഹ്മണ്യം. സോ ഇപ്പോൾ കറന്റ്ലി ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് ഉള്ളത് നീതി ആയോഗിന്റെ മുൻപത്തെ ഒരു പെർമനന്റ് മെമ്പർ അടുത്ത കാലത്ത് അന്തരിച്ചു. സോ അദ്ദേഹത്തിന്റെ പേരാണ് ബിബേക് ദിബ്രോയ്. ഓക്കെ, ബിബേക് അതായത് വിവേക് എന്നുള്ള പേര് തന്നെ അത് പ്രൊണൗൺസ് ചെയ്യുക ബിബേക് എന്നാണ്, BIBEK. അപ്പോൾ ബിബേക് ദിബ്രോയ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം അടുത്ത കാലത്താണ് അന്തരിച്ചത്. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും ഈ കോണ്ടെക്സ്റ്റിൽ അറിഞ്ഞിരിക്കുക. ദെൻ ഇതിൽ ലാസ്റ്റ് വരുന്നതാണ് ഇലക്ഷൻ കമ്മീഷന്റെ പോളിംഗ് പ്രൊസീഡിങ്സ് ഡിസപ്റ്റ. ഇത് ഒരു ജനറലൈസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. അപ്പൊ ഇത് പ്രകാരമാണ് നമ്മൾ ജനങ്ങളെ തിരഞ്ഞെടുക്കുന്നതും ഇലക്ഷൻ നടത്തുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ്. ഓക്കെ, ഇതിനെക്കുറിച്ച് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പറയാം. അടുത്ത സെഷനിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഓക്കെ, ഒരു PDF കൂടി നമുക്ക് പറയാനുണ്ടല്ലോ. അപ്പോൾ അതാണ് നെക്സ്റ്റ് സെഷനിൽ വി ക്യാൻ കംപ്ലീറ്റ് വിത്ത് ദാറ്റ്. സോ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുന്ന സ്ഥാപനമാണ്. ഇതില് ഇലക്ഷൻ കമ്മീഷന്റെ കോൺസെപ്റ്റ് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ വെൻ പോളിംഗ് പ്രോസസ് ഈസ് ഡിസ്റപ്റ്റഡ് വാട്ട് വിൽ ഡു. അതായത് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പോളിംഗ് പ്രോസസ്സിന് എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ എന്ത് ചെയ്യും എന്നാണ് ചോദ്യം. അപ്പൊ അതിനുള്ള കൃത്യമായ ഉത്തരങ്ങൾ പീപ്പിൾസ് റെപ്രസെന്റേഷൻ ആക്ട് എന്ന് പറയുന്ന ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതില് ബാക്ക്ഗ്രൗണ്ട് പറയുന്നതാണ് EVM. ചില കേസുകളിൽ EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ എടുത്തുകൊണ്ട് പോവാം. അപ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ മിക്കവാറും കുറച്ചുവിധം എല്ലാ സ്ഥലങ്ങളിലൊന്നും അതില്ല. പക്ഷെ വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെ EVM എടുത്തുകൊണ്ട് പോവാം, ആൾക്കാരെ ഭീഷണിപ്പെടുത്താം, പോളിംഗ് തടസ്സപ്പെടാം. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ക്യാൻ ടേക്ക് ആക്ഷൻ. ഇലക്ഷൻ കമ്മീഷൻ വേണമെങ്കിൽ പോളിംഗ് നിർത്തിവെക്കാനുള്ള അധികാരമുണ്ട്. വേണമെങ്കിൽ പിന്നീട് നിർത്തിവെച്ച് പുതിയ EVM യൂസ് ചെയ്ത് ഇലക്ഷൻ നടത്താം. അപ്പൊ ആ ഒരു ഇലക്ഷൻ കമ്മീഷന്റെ പവറിനെ സംബന്ധിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഡിസ്റപ്റ്റ് ചെയ്യപ്പെട്ടാൽ എന്ത് ചെയ്യണം. സോ അതോടെ പറയുന്നത് ഇതിന് കാരണം അടുത്ത കാലത്ത് മണിപ്പൂരിൽ, അതായത് ഇവിടെ എഴുതിയിട്ടുണ്ട് April 22 ആൻഡ് April 24 റീപോളുകൾ നടത്തേണ്ടി വന്നു ഡ്യൂ ടു ദ സിറ്റുവേഷൻസ് ഇൻ മണിപ്പൂർ. അപ്പൊ അവിടെ പോളിംഗിന് തടസ്സം നേരിട്ടു. അപ്പൊ അതിനെ സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ എടുത്ത തീരുമാനപ്രകാരം റീപോളിംഗ് നടത്തി. അപ്പൊ അതാണ് ഇവിടെ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുന്നത്. എന്നാൽ ഇത് മാത്രമല്ല, ഇത്തരത്തിൽ റീപോളിങ്ങുകൾ പല സ്ഥലത്തും നടത്തേണ്ടി വരാറുണ്ട്, പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഇഷ്യൂസ് നേരിടുന്ന സ്ഥലങ്ങളിൽ. ഓക്കെ, സോ ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് we can conclude with that and we can continue in the next session. Okay, so thank you.